Hitler was trying to prove something to the world. You know what was it? ആര്യൻ റേസ് അല്ലെങ്കിൽ ജർമ്മൻ റേസ് ആണ് ലോകത്തിലെ ഏറ്റവും സുപ്പീരിയർ റേസ് ആൻഡ് വി വെയർ ദ ഡയറക്റ്റ് ഡിസെൻഡൻസ് ഓഫ് ദി ഫസ്റ്റ് ഗോഡ്സ്. അങ്ങനെയാണ് ജർമ്മനിയിലെ വിശ്വാസം. ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ സ്ട്രാറ്റജൈസിങ്ങും പ്രശ്നങ്ങളും ബോട്ട് പൊട്ടുന്നു, ബോംബ് പൊട്ടുന്നു, രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക. ഹിറ്റ്ലർ അപ്പോഴത്തേക്ക് ഹിംലറിനെ ടിബറ്റിലേക്ക് വിടുക. ടിബറ്റിൽ നിന്ന് കുറച്ച് ഗ്രന്ഥങ്ങൾ അവർക്ക് കിട്ടുന്നു. വെരി ഓൾഡ് അഷ്ടസിദ്ധിയിൽ ലഘീമ എന്ന് പറയുന്ന ഒരു സിദ്ധി ആണ് ഈ പൈലറ്റ്സിനെ ഈ സാധനങ്ങൾ ഫ്ലൈ ചെയ്യാൻ സമ്മതിക്കുന്നത്. എനിബഡി ഹു വാണ്ട്സ് ടു ഫ്ലൈ ദിസ് ക്രാഫ്റ്റ് ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് വൺ സിദ്ധി കോൾഡ് ലഘീമ. ലഘീമ എന്ന് പറഞ്ഞാൽ മതം പറയത്തില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. അത് നിങ്ങൾക്ക് മതമായിട്ട് തോന്നുവാണെങ്കിൽ വി ആർ സോറി. അപ്പോൾ ഞാൻ ഇത് അതെ, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ പോലും കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് എ ചാനൽ ഫോർ യു. യെസ്, കാരണം വി ആർ ട്രൈങ് ടു ബ്രിങ് ഔട്ട് ദ ട്രൂത്ത്, അല്ലെങ്കിൽ വി ആർ അറ്റ്ലീസ്റ്റ് ട്രൈങ് ടു മേക്ക് യു ഗൈസ് തിങ്ക്. അതെ, അതാ ഞങ്ങൾ നിങ്ങളെ തിങ്ക് ചെയ്യാൻ ശ്രമിപ്പിക്കുക. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അബ്സേർഡ് ഐഡിയ സെല് ചെയ്തെന്ന് ഒരു രൂപയും കിട്ടത്തില്ല, ഒരു വിന്നും ഇല്ല. കാരണം ബോഡി വിചാരിക്കുന്നത് എന്താ, ഫുഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ രാവിലെ എണ്ണീറ്റ് പോയി കുന്തമൊക്കെ ഉണ്ടാക്കി ഏതോ ആനിമലിനെ ഹണ്ട് ചെയ്ത് ഉണ്ടാക്കി ഇറച്ചി വെട്ടി തിന്നുകയാണ്, ഹീസ് എ ഹെൽത്തി ഗായ് എന്നേ അത് വിചാരിക്കുന്നുള്ളൂ. അപ്പം അത് അല്ല എന്ന് നമ്മൾ ബോഡിയെ ട്രിക്ക് ചെയ്യണം. ആൻഡ് ഹൗ ഡു വി ട്രിക്ക് ഇറ്റ്? വി സ്റ്റോപ്പ് ഫീഡിങ് ഫുഡ്. So, hello ladies and gentlemen. As we promise every time, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. വേറെ സംഭവം എന്ന് വെച്ചാൽ കഴിഞ്ഞ പോഡ്കാസ്റ്റ് കുറച്ച് കമന്റ്സ് ഞാൻ കണ്ടായിരുന്നു. വെരി ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുള്ളതിന്. ഞങ്ങൾ അതേപോലെ വി വിൽ ട്രൈ ടു ഡു തിങ്സ് ആൻഡ് എല്ലാ പോഡ്കാസ്റ്റും തുടങ്ങുന്നതിന് കണക്ക് വി ഹോപ്പ് വി ആർ റോങ്. വി ഹോപ്പ് വി ആർ റോങ്. ആൻഡ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ പലരും വിചാരിക്കുന്ന പോലെ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി കറക്റ്റ് ടോപ്പിക്സ് കൊണ്ടുപോകും, അങ്ങനെയൊന്നും ഇവിടെ നടക്കുന്നില്ല. ചില കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഓർത്ത് വെക്കാൻ എന്തെങ്കിലും ചെയ്യും. പക്ഷേ മാക്സിമം കാര്യങ്ങളും ടോക്കിലൂടെ വരുന്നതാണ്. ഈ എവിടെങ്കിലും ലെഫ്റ്റിൽ നിന്ന് ടോക്ക് തുടങ്ങി ചിലപ്പോൾ എൻഡ് ചെയ്യുന്ന റൈറ്റിലായിരിക്കും. നമ്മൾ ചില കാര്യങ്ങൾ പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് കയറും, പക്ഷേ വികാരം മൂലം പറഞ്ഞു പോകും. അപ്പം ആളുകളുടെ കമൻസ് ഒക്കെ കാണുന്നുണ്ട്. ഞങ്ങൾക്കറിയാം വ്യൂസ് ഒക്കെ കുറവാണ്, പക്ഷേ we've been seeing the comments, we're getting a lot of love എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. കാരണം ഇന്നും രാവിലെ എണീക്കുന്നവർ 2-3 കമൻറ്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഒരു കാര്യം പറയാനുള്ളത്, ഗൈസ് കാണുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 1000 സബ്സ്ക്രൈബേഴ്സ് ആയാൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് കമ്മ്യൂണിറ്റിയുടെ കാര്യം. വിൽ ഡെഫിനറ്റ്ലി സ്റ്റാർട്ട്. എന്നിട്ട് ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് എനിവൺ ഹു ഇസ് വില്ലിംഗ് ടു കം ടു ദി പോഡ്കാസ്റ്റ്. ഇതിനെ പറ്റി പറയുകയാണെങ്കിലും ഇവിടെ ഒരു ചെയറും കൂടി ഇടും, 3 പേർക്ക് ഇന്ന് സംസാരിക്കാം. ഇതിലും വൈഡാക്കാൻ എനിക്കറിയാം. ഇതിലും വൈഡാക്കി നമുക്ക് അടിപൊളി ഒരു ടോക്കൊക്കെ ആയി ട്രിവാൻഡ്രത്തൊക്കെ പോയി നമുക്ക് ഓരോ കട്ടനൊക്കെ അടിച്ച് വി വിൽ ചിൽ ഔട്ട് ഫോർ എ ഡേ ആൻഡ് വിൽ ഹാവ് ഗുഡ് ടോക്സ്. സോ തുടങ്ങുമ്പോൾ ആദ്യം എനിക്ക് പറയാനുള്ള, റീസെന്റ് ഗൈസ് നമ്മുടെ ഇന്ത്യൻ റഫാലിന്റെ പർച്ചേസ് ഇല്ലായിരുന്നോ? ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് വരുമ്പോൾ F-22 റാപ്റ്ററിലെത്തി. അമേരിക്കൻ ദാറ്റ് ഈസ് എ മെഷീൻ. F-22 റാപ്റ്റർ സീന. അത് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, F-22 റാപ്റ്റർ വാസ് മെയ്ഡ് ഇൻ 1990s. 2000s മുന്നേ അതിന്റെ മാനുഫാക്ചറിങ് തുടങ്ങിയത്. 30 years കഴിഞ്ഞു. ഇപ്പോഴും എന്താ പറയണേ, ഇപ്പം റഷ്യ ആണല്ലോ സെക്കൻഡ് മിലിറ്ററി സ്പേസിനകത്ത് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റും. അവരിപ്പോഴും അവരുടെ സുഖോയ് Su-57 ഫെലോൺ വെച്ച് മാച്ച് ചെയ്യാനേ നോക്കുന്നുള്ളൂ. ആൻഡ് സ്റ്റിൽ ഇറ്റ്സ് അത് അത്ര എത്തിയിട്ടില്ലെന്നാ പറയണേ. കാരണം ഇതിന്റെ F-22 റാപ്റ്ററിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന്റെ റഡാറിൽ പിടിക്കത്തില്ല. ഈ ജെറ്റ്സിന്റെ റഡാർ പിടിക്കുന്ന ഏറ്റവും സീൻ എന്ന് പറഞ്ഞാൽ, ഒന്ന് അതിന്റെ വെപ്പൺസ് ബേ ഉണ്ടല്ലോ, അത് അഴിഞ്ഞിരിക്കണേ, അത് ക്രോസ് സെക്ഷൻ കൂടുതൽ. അപ്പൊ അതിനകത്ത് അവർ ഇന്റർണലൈസ് ചെയ്ത് F-22 റാപ്റ്റർ. ഗൈസ് എന്ന് വെച്ചാൽ നമ്മുടെ പ്ലെയിൻ സ്റ്റെൽത്ത് ആണെന്ന് പറയുമ്പോൾ പ്ലെയിൻ സ്റ്റെൽത്ത് ആയിരിക്കും. പക്ഷെ ഈ വലിയ മിസൈലൊക്കെ കൊണ്ടുപോകത്തില്ലേ, വലിയ ഉണ്ട മിസൈല് റോക്കറ്റുകളൊക്കെ വെക്കുമ്പോൾ ഇത് ഇങ്ങനെ റൗണ്ട് ആയിട്ടിരിക്കുന്നതുകൊണ്ടും ചില അതിന്റെ ഷേപ്പുകൾ കാരണമൊക്കെ ഇതിനെ പെട്ടെന്ന് പിടിക്കാൻ പറ്റും റഡാറിൽ എനിമീസിന്. അപ്പോൾ അതിലിപ്പം വെപ്പൻസ് എല്ലാം ഇന്റേണലൈസ് ചെയ്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു താഴെ ഒരു ഡോർ ഇങ്ങനെ ഹാച്ച് ഇങ്ങനെ തുറന്നു വന്ന് വിട്ടിട്ട് വീണ്ടും കടയും. ബ്രോ ഇതെല്ലാം കൂടി ചെയ്യുമ്പോഴും ദിസ് ഈസ് ഒരു ലോറിയുടെ അത്രേ ഉള്ളൂ. ലോറിയുടെ അത്ര ഇല്ല, ഇറ്റ് സൂപ്പർ സ്മോൾ സാധനം. അതിന്റെ കൂടെ അമ്മ ചെയ്തെന്ന് പറയുമ്പോൾ വെളിയിലത്തെ ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കോട്ടിങ് കൊടുത്തിട്ടുണ്ട്. F-22 റാപ്റ്ററിന്റെ പൈലറ്റ്സുകാർ ആദ്യമേ ഞെട്ടിപ്പോ ഞെങ്ങുമ്പോൾ അകത്തോടെ ഞെങ്ങിപ്പോ ഒരു സ്പോഞ്ച് ലൈക്ക് മെറ്റീരിയൽ കോട്ടിംഗ് ഉണ്ട്.
അതെന്ന് പറഞ്ഞാൽ റഡാർ അബ്സോർബ് ചെയ്ത് തിരിച്ച് റിഫ്ലക്ട് ചെയ്യാതിരിക്കുക ഓ യാ യാ, ഞാൻ കേട്ടിട്ടുണ്ട് റഡാർ അബ്സോർബ് ചെയ്യുന്ന മെറ്റീരിയൽ. മെറ്റീരിയൽ എടുത്ത് അതിന് അത് എപ്പോഴും എനിക്ക് തോന്നുന്നു കുറച്ച് നാൾ കൂടുമ്പോൾ കോട്ട് ചെയ്ത് വെക്കണം. ഇതിന്റെ ഏറ്റവും വലിയ സ്കീം എന്ന് പറഞ്ഞാൽ F-22 റാപ്റ്ററിന്റെ എഞ്ചിൻ സൈഡ് കണ്ടിട്ടുണ്ടോ? ഒരു ചെറിയ 2 സ്ക്വയർ സാധനം. ഇപ്പൊ റഡാറിൽ ഇപ്പൊ തിരിയുമ്പോഴും മറിയുമ്പോഴും ഒക്കെ എഞ്ചിൻ അവിടെ ഭാഗത്ത് ഭയങ്കര ഷാർപ്പ് സ്റ്റീൽസ് ഇതൊക്കെ ഉണ്ടല്ലോ, അത് തട്ടി റിഫ്ലക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ഒരുപാട് എഞ്ചിൻ ഇന്റർണലൈസ് ചെയ്ത് ഒരുപാട് എഞ്ചിനീയറിംഗ് കൊണ്ടുവന്നിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര മാറല്ലോ. ഇതുവരെ Su-57 ഫെലോൺ അത് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആൻഡ് ഏറ്റവും വലിയ സംഭവം എന്ന് പറഞ്ഞാൽ ഇതും ഈ മറ്റേ ഒരു UFO സൈറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ അമേരിക്കയിലെ പണ്ട് റൂസ്വെൽ UFO ഇൻസിഡന്റ്. അത് കഴിഞ്ഞിട്ടാണ് ഇതിന്റെ ഡെവലപ്മെന്റ് വന്നതായി പറയുന്നത്. അപ്പോ ചിലപ്പോ നമുക്ക് വേറെ എവിടുന്നെങ്കിലും കിട്ടിയ ടെക്നോളജി ആയിരിക്കും. കാരണം ഇപ്പോഴും അമേരിക്ക നോട്ട് ഇവൻ എ സിംഗിൾ പീസ് അവര് നവാഡ എയർ സ്പേസ് അല്ലാതെ വേറെ ഒരിടത്തും വിറ്റിട്ടില്ല എന്ന് പറഞ്ഞാൽ വേറെ ഒരു രാജ്യത്തിനും കൊടുത്തില്ല. F-35 ലൈറ്റ്നിങ് ഉണ്ടല്ലോ ഇപ്പം ഗ്ലോബൽ വേരിയന്റിന്, അത് അവർ കൊടുക്കാൻ ശരി. അവർ പറയണ അത് ഞങ്ങൾ തരാം, പക്ഷെ ഇത് തരത്തില്ല. F-22 റാപ്റ്റർ തരത്തില്ല. അത് 30 വർഷം ബാക്ക് ആയിട്ടില്ല. ആൻഡ് ഇപ്പോഴും ഏറ്റവും കോൺഫിഡന്റ് ആയിട്ട് അമേരിക്ക പറയുന്നത് ദിസ് ഈസ് എ ഫൈറ്റിംഗ് മെഷീൻ. ഇതിനകത്ത് F-22 റാപ്റ്റേഴ്സ് കൊടുക്കണ പൈലറ്റ്സിന് എന്ത് എഗ്രിമെന്റ്സും സാധനങ്ങളൊക്കെ ഒപ്പിട്ട് കൊടുക്കണം. ഇതിനകത്ത് സാധനം ഞാൻ വെറി ഷെയർ ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അതുകൊണ്ട് മിക്കവരും പറയുന്നത് ഏലിയൻ ടെക്നോളജിയാണ്. ഏലിയൻ ടെക്നോളജിയുടെ ഫ്ലൈയിങ് ക്രാഫ്റ്റിനെ പറ്റി പറയുമ്പോൾ എനിക്കൊരു കാര്യം പറയണം. 1940s or 30s, ഐ മീൻ മേ ബി 20s 30s, ഈ സമയത്ത് വേൾഡ് വാർ 2 നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഹിറ്റ്ലർ എന്ന് പറയുന്ന ആളെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഹിറ്റ്ലർ വാസ് ട്രൈങ് ടു പ്രൂവ് സംതിങ് ടു ദ വേൾഡ്. യു നോ വാട്ട് വാസ് ഇറ്റ്? ആര്യൻ റേസ് അല്ലെങ്കിൽ ജർമ്മൻ റേസ് ആണ് ലോകത്തിലെ ഏറ്റവും സുപ്പീരിയർ റേസ്, ആൻഡ് വി വെയർ ദ ഡയറക്റ്റ് ഡിസെൻഡൻസ് ഓഫ് ദി ഫസ്റ്റ് ഗോഡ്സ്. അങ്ങനെയാണ് ജർമ്മനിയിലെ വിശ്വാസം. ഇപ്പോഴും നമ്മളുടെ ന്യൂസിലും നമ്മുടെ ഗൂഗിളിലൊന്നും പറ്റത്തില്ല, പക്ഷെ ഒരു ജർമ്മൻകാരനോട് പോയി ചോദിച്ചാൽ ഇപ്പോഴും അവർ പറയും ഹിറ്റ്ലർ ഇതിനു വേണ്ടിയാണ് ചെയ്തത്. അപ്പോൾ ഹിറ്റ്ലർ ഈ വേൾഡ് വാറൊക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ ഹിറ്റ്ലറിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ് ഉണ്ട്. സെക്കൻഡ് ഇൻ കമാൻഡ് എന്ന് പറഞ്ഞാൽ ഹിറ്റ്ലർ മരിച്ചു പോയാൽ ഹൂ ഈസ് കൺട്രോളിങ് ദി രാജ്യം, ആൻഡ് ദാറ്റ് വാസ് ഹിംലർ. ഹിംലർ എന്നാണ് പുള്ളിയുടെ പേര്. ഹീ ഈസ് സെക്കൻഡ് ഇൻ കമാൻഡ് ഓഫ് ദി ജർമ്മൻ കൺട്രി, ആർമി, നേവി, എയർഫോഴ്സ് എല്ലാം. അപ്പോൾ ഈ ഹിറ്റ്ലർ എവിടെയൊക്കെ ഈ വാറിന്റെ നടുക്ക് വിട്ടെന്നറിയാമോ? സ്ട്രാറ്റജൈസ് ചെയ്യാനോ അതിനോ ഒന്നും അല്ല. ഹിംലറിനെ ടിബറ്റിലേക്കാണ് വിടുന്നത്. ടിബറ്റിലേക്ക് വിട്ടിട്ട് ടിബറ്റിയൻ സ്ക്രോൾസുകൾ ഒരു മൗണ്ടനകത്ത്, ഒരു കേവിനകത്ത് ടിബറ്റിയൻ സ്ക്രോൾസ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ യുദ്ധത്തിൻ്റെ ഇടയിൽ സ്ട്രാറ്റജൈസിങ്ങും പ്രശ്നങ്ങളും ബോട്ട് പൊട്ടുന്നു, ബോംബ് പൊട്ടുന്നു, രാജ്യം നശിച്ചുകൊണ്ടിരിക്കുക. ഹിറ്റ്ലർ അപ്പോഴത്തേക്കും ഹിംലറിനെ ടിബറ്റിലേക്ക് വിടുക. ടിബറ്റിൽ നിന്ന് കുറച്ച് ഗ്രന്ഥങ്ങൾ അവർക്ക് കിട്ടുന്നു. വെരി ഓൾഡ്, അറൗണ്ട് ജർമ്മൻ ഹിസ്റ്ററി, നാസി ഹിസ്റ്ററി വാസ് കോട്ടിങ് 10 to 20,000 year old scriptures at that time. And ഇപ്പോഴത്തെ കണക്ക് പറയുന്നത്, ഇപ്പോഴത്തെ ഇത് ഡിനൈ ചെയ്യുന്നില്ല, ബട്ട് ദേ ആർ ടെല്ലിങ് അറൗണ്ട് 1000 year old scriptures എന്നാണ്. ഈവൻ മോഡേൺ സയൻസ് ഈ കള്ളന്മാർ വരെ 1000 പറയുന്നു. അപ്പോൾ ഇമാജിൻ വാട്ട് ദ റിയൽ ലെങ്ത് ഈസ്. അപ്പം എനി ഐഡിയ വാട്ട് ഈസ്? യെസ്, അതിലേക്കാണ് വരുന്നത്. അപ്പോഴത്തേക്ക് ഈ സ്ക്രിപ്റ്റേഴ്സ് എടുത്തിട്ട് ഹിറ്റ്ലറിന് ഒരു ഐഡിയ ഇല്ല. വാട്ട് ദ ഹെൽ ഈസ് ദിസ്? അപ്പോൾ ഇവര് ഇത് കൊടുത്തിട്ട് ചൈനീസിനും ടിബറ്റിയൻസിനും സംസ്കൃതം അറിയാവുന്നവർക്കും കൂടി ഇത് ഡിസൈഫർ ചെയ്യാൻ കൊടുത്തു. ഡിസൈഫർ ചെയ്ത് വന്നപ്പോഴത്തേക്കും എവ്രിബഡി വാസ് ഷോക്ക്ഡ്. ഡിസൈഫർ ചെയ്ത് വന്നപ്പോൾ ദിസ് വാസ് ദ ബ്ലൂ പ്രിന്റ് ഓഫ് എ വിമാന ആൻഡ് ഹൗ ദ പൈലറ്റ് യൂസ്ഡ് ടു ഫ്ലൈ ദം. ജർമ്മൻസ് അല്ലല്ലോ ഫസ്റ്റ് ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കി. ജർമ്മൻസ് ആണ് ഫസ്റ്റ് ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കിയത്. ദ സ്മിഷർ സ്മിത്ത് 961 എന്ന് പറയുന്ന മോഡൽ ജർമ്മൻസ് ഉണ്ടാക്കിയെന്നറിയാം. ആ സ്മിസ്മർഷിത്ത്, അങ്ങനെയല്ല പ്രൊനൗൺസിയേഷൻ, സ്മിസർഷിത്ത് എന്നെന്തോ ആണ്, ജർമ്മൻ വാക്കാണ്. ആ സമയത്ത് ഒരിതുണ്ടായിരുന്നു. അമേരിക്കൻ ഫൈറ്റർ ജെറ്റ്സ് അല്ല, അമേരിക്കൻ പ്ലെയിനുകൾ ഇങ്ങനെ പോകുമ്പോൾ ജർമ്മൻ പോകുന്നത് കണ്ടിട്ട് അമേരിക്കൻ ഫൈറ്റർ ജെറ്റ്സിന്റെ അമേരിക്കൻ പൈലറ്റ്സ് പറയും നമ്മൾ സ്റ്റക്കായ പോലെ നമുക്ക് തോന്നുന്നു. അത്രയ്ക്ക് ടെക്നോളജിക്കലി അഡ്വാൻസ്ഡ് ആയിരുന്നു. ആൻഡ് ഓൾ ദിസ് ഹാപ്പൻഡ് ആഫ്റ്റർ ഫൈൻഡിങ് ദി സ്ക്രോൾസ്. 10 years 15 വർഷമോ കഴിഞ്ഞിട്ടാണ് ഈ സാധനമൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് സ്ക്രോളിനകത്ത് ഉണ്ടത് എങ്ങനെ വിമാനം ഉണ്ടാക്കാം, എത്ര തരം വിമാനാസ് ഉണ്ട്. അവർ പറയുന്നത് ലാൻഡ് ടു ലാൻഡ് കുഞ്ഞു വിമാനാസ്, ലാൻഡ് ടു അതർ കോണ്ടിനെന്റ്സ് വലിയ വിമാനാസ്, ലാൻഡ് ടു അതർ ഹെവൻ ആൻഡ് അതർ സെലസ്റ്റിയൽ സ്ഥലം ബിഗ് സിറ്റീസിൻ്റെ അത്രയുള്ള വിമാനാസ്,
മദർഷിപ്പുകളെ പറ്റിയാണ് എഴുതുന്നത്. ആൻഡ് അപ്പം ഞാനിത് ക്യൂരിയസ് ആയി ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഹൗ ദ പൈലറ്റ്സ് യൂസ് ടു ഫ്ലൈ ദം. ഈ പൈലറ്റ്സിന് ഇത് ഫ്ലൈ ചെയ്യണമെങ്കിൽ അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നതിനകത്ത് പ്രോമിനൻ്റ് ആയിട്ട് ഒരു സിദ്ധി പഠിച്ചാലേ ഫ്ലൈ ചെയ്യാൻ പറ്റും. അഷ്ടസിദ്ധിയിൽ ലഘീമ എന്ന് പറയുന്ന ഒരു സിദ്ധി ആണ് ഈ പൈലറ്റ്സിനെ ഈ സാധനങ്ങൾ ഫ്ലൈ ചെയ്യാൻ സമ്മതിക്കുന്നത്. എനിബഡി ഹു വാണ്ട്സ് ടു ഫ്ലൈ ദിസ് ക്രാഫ്റ്റ് ഷുഡ് ബി ദ മാസ്റ്റർ ഓഫ് വൺ സിദ്ധി കോൾഡ് ലഘീമ. ലഘീമ എന്ന് പറഞ്ഞാൽ ദി പ്രോസസ് ഓഫ് ബിലീവിങ്. ഈഗോ എന്നാണ് സംസ്കൃത ട്രാൻസ്ലേഷനകത്ത് ഞാനിപ്പോൾ പറയാൻ പോകുന്നതിന് ബിലീവിങ് എന്ന് പറയുന്നത്. ഒരാളുടെ ഈഗോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ് ദാറ്റ് ഹീ ബിലീവ്സ് ദാറ്റ് ഹീ ക്യാൻ ഫ്ലൈ. അപ്പോൾ ലഘീമ എന്തുവാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ലഘീമ ഈസ് ദി സിദ്ധി ഓഫ് അറ്റൈനിങ് സീറോ വെയ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് പ്യുവർലി എ സൈക്കോളജിക്കൽ സിദ്ധി. നമ്മൾ നമ്മളുടെ മനസ്സിനെ നമുക്ക് ഭാരമില്ല, ലഘീമ എന്നാണ് പറയുന്നത്. അതിനർത്ഥം സംസ്കൃതത്തിൽ ഇത് പറഞ്ഞപ്പോൾ മനസ്സിലെന്തോ ടോപ്പ് ഗൺ മാവറിക്കിനകത്ത് മറ്റേ അവൻ പറയുന്നത് ഡോണ്ട് തിങ്ക് ജസ്റ്റ് ഡു. യെസ്, ഇതാണ് സംഭവം. ഇൻസ്റ്റിങ്സ് ആണ് ലഘീമ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിനെ നമ്മൾ പറഞ്ഞ് നമ്മുടെ ശരീരം ലഘൂകരിക്കുകയാണ്. ലഘീമ ലഘൂകരിക്കുക എന്ന് പറഞ്ഞാൽ വെയ്റ്റ്ലെസ്നെസ്, ചെറുതാക്കുക. അപ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയെ നമ്മൾ ഇതിന് വെയിറ്റ് ഇല്ല അല്ലെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്ന് പറയുന്ന ഈഗോ, അത് ബിലീഫ് അല്ല. ബിലീഫ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇറ്റ്സ് ഓൺലി ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് അറ്റൈനിങ് ലഘീമ. അതിന്റെ 36-ാമത്തെയോ 40-ാമത്തെ സ്റ്റെപ്പിലാണ് ഈഗോ വരുന്നത്. അപ്പോൾ ആ ബിലീവിനെക്കാട്ടിയും വലുതായിട്ടുള്ള ഒരു സാധനമാണ് ഈഗോ എന്ന് പറഞ്ഞാൽ. ആ ഈഗോ വെച്ച് നമ്മളത് ചെയ്ത് ആ ഈഗോ ലഘീമ ഉപയോഗിച്ച് ഒരു ക്രാഫ്റ്റിനെ മുഴുവൻ ലഘീകരിക്കാൻ പറ്റും. ആ സിദ്ധി എന്തോ വെച്ചാൽ ആദ്യമേ നമ്മൾ സ്വയം ലഘൂകരിച്ച് പറക്കാൻ അല്ലെങ്കിൽ ലെവിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഈ ലെവിറ്റേറ്റ് എന്ന വാക്കും സംസ്കൃതത്തിലാണ് ലവിക എന്നുള്ള വാക്കിൽ നിന്നാണ് വരുന്നത്. ലഘൂകരിച്ച് പൊങ്ങുക, അതാണ് ലവിക. അതാണ് പിന്നെ ലെവിറ്റേറ്റ് ആയത്. അപ്പോൾ ഈ ലെവിറ്റേറ്റ് ചെയ്ത ആളുകൾക്ക് പിന്നെ ചുറ്റുമുള്ള കാര്യങ്ങൾക്കെയും ഈ ലഘീമ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു പ്ലെയിനിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ, ഒരു റൂമിൻ്റെ അത്രയുള്ള പ്ലെയിനിൽ ഇരുന്ന് അവൻ്റെ തോട്ട്സ് കൊണ്ട് ആ പ്ലെയിനിനെ ആൻറ്റി ഗ്രാവിറ്റി ആക്കാൻ പറ്റുമെന്നാണ് ആ ബുക്കിൽ എഴുതി വെച്ചേക്കുന്നത്. അതെന്തോരം ഇതാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. ബട്ട് ദിസ് ഈസ് റിട്ടൺ ഇൻ ദ സ്ക്രിപ്റ്റേഴ്സ്. ഇത് ഹിറ്റ്ലറിൻ്റെ സെക്കൻഡ് ഇൻ കമാൻഡ്. ഹിറ്റ്ലറിൻ്റെ ഏതെങ്കിലും പടയാളിയോ കൊടയാളിയോ അല്ല പോയത്. വാർ നടക്കുമ്പോൾ സെക്കൻഡ് ഇൻ കമാൻഡ് നേരിട്ട് പോയി 1.5 വർഷം 2 വർഷം അവിടെ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യിപ്പിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ഫൈറ്റർ ജെറ്റ് ഉണ്ടാക്കിയ കഥയാണ് നമ്മൾ പറയുന്നത്. ഹിറ്റ്ലർ പറഞ്ഞു വരുന്നത് ജർമ്മൻസ് വെയർ നെഫ്ലിംസ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ആൻഡ് ഹി വാസ് ടെല്ലിങ് ഇറ്റ് വാസ് ദി ലാസ്റ്റ് പ്യുവർ നെഫ്ലിംസ് അവൈലബിൾ ഇൻ എർത്ത് ബിഫോർ ദ ഗ്രേറ്റ് ഫ്ലഡ് മിത്ത് കഴിഞ്ഞിട്ട് ഭൂമിയിലുണ്ടായിരുന്ന നെഫ്ലിംസിലുള്ള ഏറ്റവും പ്യുവറസ്റ്റ് ആയിട്ടുള്ള ഫോംസ് ഇവരാണെന്നാണ് പറയുന്നത്. എന്നിട്ട് ഞാൻ ഈ അഷ്ടസിദ്ധികളെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. നമ്മുടെ എപ്പിസോഡ് കാണുന്നവർക്ക് ചിലപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹിന്ദു മിത്തോളജിയിൽ അഷ്ടസിദ്ധികളും പയറ്റിയ ഒരു പൊളി മനുഷ്യനുണ്ട്, ഹനുമാൻ. ഹനുമാൻ എന്ന് പറയുന്നത് എന്താണെന്ന് നമ്മൾ ചില കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ ഡിസ്കസ് ചെയ്തു. അത് പോയി കണ്ടു നോക്ക്. പക്ഷെ ഞാൻ ഞെട്ടിപ്പോന്ന് പറഞ്ഞ ആൾക്കാർ ഞാൻ വിചാരിച്ചത് ഒരു അബ്സേർഡ് ഐഡിയ ആയിട്ട് എടുക്കുമെന്ന്. പക്ഷെ ഒരുപാട് പേര് അത് റിലേറ്റ് ചെയ്ത് കമന്റ് ചെയ്തപ്പോൾ ഞാൻ ഗൈസ് അത് ഞങ്ങൾ പറഞ്ഞത് ഒരു അബ്സേർഡ് ഐഡിയ ആണ് എങ്കിലും വി നീഡഡ് ടു സ്പീക്ക് അബൌട്ട് ഇറ്റ് ബിക്കോസ് വി തോട്ട് ഇറ്റ് ഹാഡ് സയന്റിഫിക് റെലവൻസ്. സയന്റിഫിക് റെലവൻസ് ഉണ്ട്. ഐഡിയ എത്ര പൊട്ടത്തരമാണെങ്കിലും നമ്മൾ സയന്റിഫിക്കലി അത് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മളത് പറയും. അത് പഠിച്ചിട്ടാണ് പറയുന്നത്, നമ്മളുടെ ഒപ്പീനിയൻ. അപ്പോൾ ആ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഞാൻ ഇന്നലെയൊക്കെ ഇരുന്നത് വായിക്കുമ്പോഴാണ് അറിയുന്നത് അഷ്ടസിദ്ധിയുടെ വൈദികനാണ് ഹനുമാൻ. ഹനുമാൻ നോട്ട് ഓൺലി ഹാഡ് ദി അഷ്ടസിദ്ധി ബട്ട് ഹി യൂസ് ടു ടീച്ച് അതേഴ്സ് ടു. ആൻഡ് ദിസ് മെയ്ഡ് മോർ ക്ലാരിറ്റി ബിക്കോസ് നമ്മൾ പറയുന്ന ഹി വാസ് എ വെപ്പൺ, ഹി വാസ് എ സ്പേസ് ക്രാഫ്റ്റ്. ഹനുമാൻ ഒരു ഡെഡ്ലി പൈലറ്റ് ആയിരുന്നു. ആ പൈലറ്റിനെ എങ്ങനെ ഇത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടോ കുടിലോ ടി വിയോ ഫോണോ ഇതുവരെ ഒന്നും കാണാത്ത ഒരു ആഫ്രിക്കൻ അല്ലെങ്കിൽ ഒരു വില്ലേജിൽ പോയി നമ്മളൊരു ഹെലികോപ്റ്ററിൽ ഇറങ്ങി അവിടുത്തെ ആളുകളെയൊക്കെ കണ്ട്
ഫുഡൊക്കെ കഴിച്ച് ടാറ്റയൊക്കെ കൊടുത്ത് തിരിച്ച് ആ ഹെലികോപ്റ്ററിൽ കയറി പറന്ന് പോയി കഴിഞ്ഞാൽ ഒരു 50-100 വർഷം കഴിയുമ്പം അവരുടെ പിള്ളേർ കേൾക്കുന്ന സ്റ്റോറി, ആകാശത്ത് നിന്ന് ഇടിമിന്നലും കൊടുങ്കാറ്റുമായി ഒരാൾ വന്നു, എന്നിട്ട് അയാളുടെ വലിയ ശരീരത്തിൽ നിന്ന് വേറൊരു രൂപത്തിൽ മനുഷ്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു, നമുക്ക് അറിവും പകർന്നു, നമുക്ക് എല്ലാം പകർന്നു തന്നിട്ട് ആ ശരീരം മറ്റേ ശരീരത്തിൽ ഒന്നായി, പിന്നെയും കൊടുങ്കാറ്റും ഇടിമിന്നലുമായിട്ട് പറന്നുയർന്ന് ആകാശത്തേക്ക് സ്വർഗത്തിലേക്ക് പോയി. പക്ഷെ എന്നാൽ എനിക്കൊരു ഹൗ വാസ് ഹനുമാൻ ഡെപ്പിക്റ്റഡ് ആസ് എ മങ്കി? അതെന്തുകൊണ്ടാണെന്നാണ് ഹനുമാൻ മങ്കി ആയിട്ട് ഡെപ്പിക്ട് ചെയ്തിട്ടില്ല. ഹനുമാൻ വാസ് ഡെപ്പിക്റ്റഡ് ആസ് വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആൻഡ് പവർഫുൾ ലീഡേഴ്സ് ഇൻ ദ വാനര ആർമി. വാനര ആർമിയിലെ ഒരു പവർഫുൾ ആളായിട്ടാണ് ഡെപ്പിക്ട് ചെയ്തേക്കുന്നത്. ആൻഡ് ഇവിടെയാണ് എനിക്ക് നമ്മുടെ ഹിസ്റ്റോറിയൻസുമായിട്ട് പ്രശ്നം വരുന്നത്. കാരണം നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സ് എല്ലാം വന്ന് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. നമ്മളുടെ 100-300 വർഷം നമ്മളെ കൊള്ളയടിച്ച സമയത്ത് ഇവന്മാർ കാശും തേയിലയും പെണ്ണുങ്ങളെയും സ്പൈസസും മാത്രമല്ല കൊണ്ടുപോയത്, നമ്മളുടെ സ്ക്രിപ്റ്റേഴ്സ്, അറിവ്, കാവുകൾ എല്ലാം നശിപ്പിച്ചു. നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കണം, എല്ലാ നാഗക്കാവുകളും അമ്പലങ്ങളും നശിപ്പിക്കുന്നത് ഇവരുടെ അജണ്ടയിലുണ്ടായിരുന്നു. ബട്ട് ദാറ്റ് വാസ് ടു ഡിസ്ക്രീറ്റ്. ഇപ്പൊ അവരുടെ രാവിലത്തെ 5 മിഷൻസിനകത്ത് സ്പൈസസ് എടുക്കണം, ഇന്ന സാമ്പ്രൂതിരിയെ കൊല്ലണം, ഈ ആർമിയെ നശിപ്പിക്കണം, അപ്പുറത്തെ പാടത്തെ 4 കാവുകൾ നശിപ്പിക്കണം, നാഗക്കാവുകൾ. ബാക്കി ഒരു കാവുകൾക്കും ഇവർക്ക് പ്രശ്നമില്ല. ദേ ഹാഡ് പ്രോബ്ലം വിത്ത് നാഗാസ് ആൻഡ് നാഗക്കാവുകൾ. അത് എന്താണെന്ന് ഞാൻ അന്വേഷിച്ച് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ വന്ന ബ്രിട്ടീഷേഴ്സും ആളുകളുടെയും എല്ലാം റിലീജിയസ് ബിലീഫ് ഈസ് ക്രിസ്ത്യാനിറ്റി. ആൻഡ് ഇൻ ക്രിസ്ത്യാനിറ്റി ഹൂ ഈസ് ദ വില്ലൻ? He is Lucifer. Or Satan or serpent in the നമ്മുടെ ആഡം ആൻഡ് ഈവ് സ്റ്റോറി. ഒരു സർപ്പന്റ് വരും എന്നല്ലേ പറയുന്നത്. ആൻഡ് ഹീബ്രു ബൈബിളിൽ ഞാൻ ഇപ്പോഴും പറയുന്നു, അവിടെ സർപ്പന്റ് എന്നല്ല എഴുതിയേക്കുന്നത്, അതിന്റെ ഡയറക്റ്റ് ട്രാൻസ്ലേഷൻ തക്ഷകൻ എന്നാണ്. തക്ഷകൻ ഈസ് സംതിങ് ദാറ്റ് ക്യാൻ ബി റെഫേർഡ് ആസ് റെപ്റ്റിലിയൻ വിത്ത് എ ഹ്യൂമൻ ഹെഡ്. അപ്പോൾ ഈ ആളാണ് ഇവരുടെ മെയിൻ വില്ലൻ. ആൻഡ് അപ്പം ഞാനിത് അന്വേഷിച്ച് പോയപ്പോൾ ഐ ഫൗണ്ട് സംതിങ്. സാത്താൻ എന്ന പേരിൻ്റെ അർത്ഥം അന്വേഷിച്ച് പോയി. അപ്പോൾ സാത്താൻ എന്ന് പറയുന്ന ആൾ എനിക്ക് മനസ്സിലായി, ഓക്കെ, ഹീബ്രു ബൈബിളിലും ഇവരുടെ കഥയിൽ നിന്നും എല്ലാം ഹീ ഈസ് എ റെപ്റ്റിലിയൻ എന്ന് മനസ്സിലായി. കഴുത്തിൻ്റെ മണ്ടയിൽ അല്ലെങ്കിൽ ഒരു പാമ്പിൻ്റെ രൂപങ്ങളുള്ള ഒരു മനുഷ്യ രൂപത്തിലുള്ള, പാമ്പുമല്ല മനുഷ്യനല്ല, അങ്ങനെ ഒരു സാധനം. അപ്പോൾ ഐ സ്റ്റാർട്ടഡ് സെർച്ചിങ് ഫോർ നെയിംസ്. സെയ്ത്തൻ സാത്താൻ എന്നൊക്കെ സെർച്ച് ചെയ്ത് പോയപ്പോഴത്തേക്കും ഏറ്റവും അടുത്തായിട്ട് ഫിസിക്കലി റിസംബ്ലൻസ് ഉള്ള നമ്മളുടെ അറിവിലുള്ള ഒരാൾ ശിവനാണ്. ശിവ, സെയ്ത്താൻ, അങ്ങനെ ഒരു റിസംബ്ലൻസ് ഉള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. അപ്പം അതിനെപ്പറ്റി, അപ്പം ശിവൻ തന്നെയാണോ സാത്താൻ? 100% കഥ സെയിം ആണ്. 100% 90% ഡിസ്ക്രിപ്ഷൻസ് സെയിം ആണ്, ഡീറ്റ്സ് സെയിം ആണ്, ചെയ്യുന്ന പ്രവർത്തികൾ സെയിം ആണ്. ഈ ആളെ എന്താ പറയുന്നത്, വെസ്റ്റേൺ വേൾഡ് വില്ലനായിട്ട് ഡെപ്പിക്ട് ചെയ്യുമ്പോൾ ഈസ്റ്റേൺ വേൾഡ് ദൈവം ഹീറോ ആയിട്ട് ഡെപ്പിക്ട് ചെയ്യുന്നു. അപ്പം ഞാൻ ആലോചിച്ചു, ഇത് വേറെ എവിടെയെങ്കിലും ഉണ്ടോ? അപ്പോൾ ഞാൻ ശിവനെ പറ്റി സെർച്ച് ചെയ്ത് പോയപ്പോഴത്തേക്കും ചൈനീസ് മിത്തോളജിയിൽ ഒരു ദൈവമുണ്ട്. അത് എനിക്കും അറിയത്തില്ലായിരുന്നു, വളരെ റീസെന്റ് ഡിസ്കവറിയാണ്. നമ്മളുടെ ശിവനെ എങ്ങനെയാ ഡെപ്പിക്ട് ചെയ്തേക്കുന്നത്? ശിവനെ ഒരു നന്ദി പശുവൊക്കെ ആയിട്ട്, കയ്യിലൊരു തൃശൂലൊക്കെ ആയിട്ട്, ഒരു ദണ്ടയൊക്കെ ആയിട്ട്, അതിന്റെ മണ്ടയിൽ ഇരിക്കുന്നു, പാമ്പൊക്കെ ആയിട്ട്. യെസ്, പാമ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ചന്ദ്രകല. അപ്പോൾ ചന്ദ്രകലയുടെ ഡിപിക്ഷൻ എനിക്ക് ഇതുവരെ മനസ്സിലായി. അത് എനിക്ക് മനസ്സിലായി. ദാറ്റ് ഈസ് വെരി മച്ച് അലൈൻ ടു മെക്ക ആൻഡ് ഇസ്ലാമിസ്റ്റ് ആൻഡ് എന്താ പറയുന്നത്, ഇസ്ലാമിക മതവുമായിട്ട് വളരെ ഇതുണ്ട്. ദാറ്റ് വിൽ ബി എ ഫുൾ എപ്പിസോഡ് കമ്മിങ് നെക്സ്റ്റ് വീക്ക്. മെക്ക, ദി ബ്ലാക്ക് സ്റ്റോൺ ആൻഡ് ചന്ദ്രൻ ആൻഡ് ശിവൻ, they have connections and I'm still doing research, but more on that later. ചൈനീസ് ദൈവം ഞാൻ നോക്കിയപ്പോൾ ദൈവത്തിന്റെ പേര് ഞാൻ അവസാനം പറയും. ചൈനീസ് ദൈവം ശിവന്റെ ഇക്വലന്റ് ആണ് എന്ന് പറഞ്ഞാൽ ഒരു നീല പുരുഷൻ, എന്നിട്ട് ഒരു റെപ്റ്റിലിയൻ ഫീച്ചേഴ്സ്, ചെവിയില്ല, പാമ്പിന്റെ കണക്ക് നാക്ക്. ഹീസ് ഡെപ്പിക്റ്റഡ് ആസ് എ റെപ്റ്റൈൽ ബട്ട് ഇൻ ഡിഫറെന്റ് ഫോം. നമ്മളുടെ അവിടെ തലയുടെ ഇവിടുന്ന് ഒരു വാസുകിയാണെങ്കിൽ അവിടെ പാമ്പിന്റെ നാക്കും ഒരു സ്കെയിൽസ് പോലുള്ള ശരീരവും റെപ്റ്റിലിയൻ ആണ്. ആൻഡ് ഹീസ് റൈഡിങ് എ പശു. ഇവിടെ നന്ദിയാണെങ്കിൽ അവിടെ വേറൊരു കാള. ആൻഡ് എൻ്റെ കിളി പോയത് ഞാൻ എൻ്റെ പേര് കേട്ടപ്പോഴാണ്. ഈസ്റ്റേൺ വേൾഡില് ശിവന്റെ പേരെന്താ അറിയാമോ? ദൈ സെൻ സെയ്ത്താൻ. യെസ്,
ഗൈസ്, ഡൈസൻ സൈത്താൻ എന്ന പേര് നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് ശിവന്റെ പടം ചൈനയിൽ കാണാം. യെസ് യെസ്, ഡൈസൻ സൈത്തൻ. അപ്പൊ ഞാൻ സൈത്തനോ ഇത് തന്നെയല്ലേ അപ്പുറത്തെ ഒരു 2 കടലിനപ്പുറം സെയിം സ്റ്റോറി അല്ലേ സൈത്തൻ. അങ്ങനെ ഡൈസൻ സൈത്തന്റെ കഥ കേട്ട് ഞാൻ മനസ്സിലാക്കി ഇതുപോലെയാണ്. സെർച്ച് ചെയ്യണോ? ഡൈസൺ കിട്ടിയില്ല, എടുത്തു തരാം. അവരിപ്പോ തന്നെ പടവും കൂടെ കാണിച്ചു പോവാം, വിശ്വാസം വരട്ടെ പിള്ളേർക്ക്, പിള്ളേർ എൻജോയ് ചെയ്യട്ടെ. ഇതാണ് അളിയൻ. കഴുത്തിലൂടെ ഒരു പാമ്പൊക്കെ ഉണ്ട് പുള്ളിയുടെ. അത് കാണാൻ പറ്റുമോ അറിയില്ല. കാണാൻ പറ്റുന്ന രീതിയിൽ കാണിക്കാം. അവർ സെർച്ച് ചെയ്യട്ടെ, ഡൈസൻ സൈത്തൻ. വേണമെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ഫോട്ടോ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. Yeah. സെർച്ച് ചെയ്താൽ കിട്ടത്തില്ല ഗൈസ്, ബിക്കോസ് സംബഡി ഈസ് ട്രൈങ് ടു ഹൈഡ് ദീസ് തിങ്സ്. ഈ പല മിത്തോളജിയും പല ആളുകളും പല കൺട്രിയും തമ്മിൽ കണക്ഷൻസ് ഉണ്ടെന്നുള്ളത് ഹൈഡ് ചെയ്യണമെന്നുള്ള അജണ്ട ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഫോർ ഷുവർ. കാരണം ഞാൻ ഹ്യൂമൻ ബോഡി ഈസ് ഫ്രം മാർസ് എന്ന് പറയുന്ന ഒരു എപ്പിസോഡ് ചെയ്യാൻ തുടങ്ങുമായിരുന്നു. ആൻഡ് ഇറ്റ് വിൽ കം ഇൻ 2 weeks. പക്ഷേ അതിന്റെ റിസോഴ്സസ് എല്ലാം അവരെടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന്റെ റിസോഴ്സസ് ഞാൻ യൂട്യൂബിൽ പ്ലേലിസ്റ്റിൽ സേവ് ചെയ്യും, വാച്ച് ലേറ്ററിൽ കൊടുക്കും, എന്നിട്ട് ഞാൻ ഇട്ടിട്ട് പോകും. ഞാൻ ഇതൊക്കെ പണ്ടേ ചെയ്തതാ. ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ ഞാൻ ഒരു 10-30 വീഡിയോ സേവ് ചെയ്തതിനകത്ത് 1-2 ഒഴിച്ച് ബാക്കിയെല്ലാം റിമൂവ് ഫ്രം യൂട്യൂബ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾ ഫ്രം ചെറിയ ചെറിയ ചാനലും വലിയ വലിയ ചാനലും ഉണ്ട്. എവ്രിതിങ് ഈസ് റിമൂവ്ഡ്. ആൻഡ് വെൻ ഐ സെർച്ച് വീഡിയോ വരുന്നത് എന്താ വെച്ചാൽ ഹ്യൂമൻ ബോഡി ഈസ് നോട്ട് ഫ്രം മാർസ് എന്നുള്ള വീഡിയോസാണ് വരുന്നത്. Bro, I don't want that video, but I am getting that video. Yeah. അതേപോലെ ജോറോഗന്റെ ഈ ഒരു പോഡ്കാസ്റ്റ് രാവിലെ കേൾക്കുന്ന എനിക്കത് ഭയങ്കര ഒരു വാലിഡ് പോയിന്റ് തോന്നി. ജോറോഗൻ പോലുള്ള ആൾക്കാർ അനുനാക്കി തിയറീസിനകത്ത് വരുന്നത് ഭയങ്കര ഒരു അടിപൊളി സംഭവമാണ്. കാരണം ഗൈസ് നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ പ്ലാനറ്റ് എർത്തില് വൈ ആർ വി സോ ഡിഫറെന്റ്? ഈ ഒരു കാര്യത്തിനെ പറ്റി എനിക്ക് പറയണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ഐ വാണ്ട് ലോട്ട് ഓഫ് പീപ്പിൾ ടു സീ ഇറ്റ് ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യണം. ഞങ്ങളിത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് വീഡിയോസാണിത്. ഞാൻ ചെറിയൊരു കാര്യം പറയാം, ഒരു 1-2 മിനിറ്റ് അതിനെപ്പറ്റി സംസാരിക്കാം. കാരണം ഹ്യൂമൻ ബോഡി എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ദ വിയർഡസ്റ്റ് തിങ് ഇൻ പ്ലാനറ്റ് എർത്ത്. വൈ? ബിക്കോസ് നമ്മളുടെ ഹിസ്റ്ററി ഈസ് hundreds of millions of years ago, and 6,000 years in Bible, sorry, we don't buy it, because we had found scriptures dating 40,000 years, 70,000 years. അപ്പോൾ എല്ലാ ബുക്കുകളും എല്ലാം ശരിയെന്നല്ല. ഇപ്പോൾ ബൈബിളിൽ കുറേ കാര്യങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതും നമുക്ക് നല്ലോണം ജീവിക്കാൻ പറ്റുന്നതും ദൈവത്തിലും മോക്ഷയിലും എത്താൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. 90% ശരിയായിരിക്കാം, 10% ശരിയല്ലായിരിക്കാം. അതുപോലെ തന്നെ ഗീതയിലും അതുപോലെ തന്നെ ഖുറാനിലും ശരിയുമുണ്ട് തെറ്റുമുണ്ട്. ഒരു ബുക്കിനകത്ത് എഴുതുന്നത് മൊത്തം ശരിയാണെന്ന് വിചാരിക്കുവാണെങ്കിൽ നിങ്ങളൊരു അന്ധമാണ്. യെസ്, സിമ്പിൾ. എനിക്ക് എപ്പോഴും പറയാനുള്ളത്, നിങ്ങൾ ആ ഒരു സാധനത്തിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തയ്യാറല്ലെങ്കിൽ യു ആർ നോട്ട് എ ഫ്രീ തിങ്കർ. നിങ്ങളുടെ മതമോ നിങ്ങളുടെ മത ബുക്കുകളോ നിങ്ങളെ ഇത് ക്വസ്റ്റ്യൻ ചെയ്യാൻ അനുവദിക്കുന്നില്ല എങ്കിൽ ഡോണ്ട് ബൈ ഇറ്റ് എന്ന് ഞാൻ പറയത്തില്ല. സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. കാരണം ഒരു കാര്യമാണ് ശരിയെന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം ഞാൻ ഹിന്ദുസത്തിനെ പറ്റി പഠിച്ചുകൊണ്ട് വന്നപ്പോൾ ഐ അണ്ടർസ്റ്റുഡ് ഹിന്ദുയിസം ഈസ് ബേസ്ഡ് ഓൺ 7 വേദാസ്, 7 ഉപനിഷത്തുകൾ. 7 ഉപനിഷത്തുകളാണ് ഹിന്ദുയിസത്തിൻ്റെ മൊത്തം ഇരിക്കുന്നത്. ഉപനിഷത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡിബേറ്റ് ബിറ്റ്വീൻ സ്കോളേഴ്സ്, പൊളിറ്റീഷ്യൻസ്, കിങ്സ്, മന്ത്രീസ്, തന്ത്രീസ് ആൻഡ് സ്റ്റുഡൻസ് എലൈക്ക്. എന്നിട്ട് ഈ ഡിബേറ്റിൻ്റെ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ടോപ്പിക്ക് സ്വിച്ച് ചെയ്ത് പിന്നെയും ഡിബേറ്റ് ചെയ്യും. സി, ദാറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് ഫ്രീഡം. സോ ദേ ആർ നോട്ട് ഫൈറ്റിംഗ് ടു വിൻ, ദേ ആർ ഫൈറ്റിംഗ് ടു ബ്രിങ് ഔട്ട് ദ ട്രൂത്ത്. വിസ്ഡം സീക്കേഴ്സ്. യെസ്, വിസ്ഡം സീക്കേഴ്സ് ആണ്. അങ്ങനെ 7 ഉപനിഷത്തുകളാണ് ഹിന്ദു മിത്തോളജിയിലുള്ളത്. ഹിന്ദു ഇസം എന്ന് പറയുന്നത് ഈ 7 ഇതിൻ്റെ ഫൗണ്ടേഷൻസ്. ആൻഡ് ഡു യു നോ അബൌട്ട് വൺ തിങ്? ഈ 7 ഉപനിഷത്തുകളാണ് ഒരു ഹിന്ദുവായിട്ട് ജനിച്ച, ഹിന്ദു എന്ന് പറഞ്ഞാൽ മതമല്ല പറയുന്നത്, ഹിമാലയത്തിനും ഇൻഡസിന്റെയും ഇടയിലൂടെ ജീവിക്കുന്ന ആളുകളാണ് ദ സിവിലൈസേഷൻ ലിവിങ് അണ്ടർ ദ ഹിമാലയസ് ആൻഡ് ലിവിങ് വിത്ത് ദ ഇൻഡസ് വാലി. ഹിമാലയത്തിന്റെ പ്രൊട്ടക്ഷനും ഇൻഡസ് വാലിയുടെ നറിഷ്മെന്റിലും ജീവിക്കുന്ന ആരോ അവരാണ് ഹിന്ദു.
ഇന്ത്യക്കാരെ ഹിന്ദുക്കൾ എന്ന് പറയുമ്പോൾ എല്ലാരും മറ്റേ അമ്പലത്തിൽ പോയി കുറി തൊടുന്നു. ഞാൻ കുറി തൊട്ടിട്ടേ ഇല്ല ബ്രോ ഗൈസ്, ഞങ്ങള് മതം പറയത്തില്ല, ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. അത് നിങ്ങൾക്ക് മതമായിട്ട് തോന്നുവാണെങ്കിൽ വി ആർ സോറി. അപ്പോൾ ഞാൻ ഇത് അതെ, നിങ്ങൾക്ക് ഈ ഒരു ഐഡിയ പോലും കോംപ്രഹെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഈസ് എ ചാനൽ ഫോർ യു. യെസ്, കാരണം വി ആർ ട്രൈങ് ടു ബ്രിങ് ഔട്ട് ദ ട്രൂത്ത്, അല്ലെങ്കിൽ വി ആർ അറ്റ്ലീസ്റ്റ് ട്രൈങ് ടു മേക്ക് യു ഗൈസ് തിങ്ക്. അതെ, അതാ ഞങ്ങൾ നിങ്ങളെ തിങ്ക് ചെയ്യാൻ ശ്രമിപ്പിക്കുക. കാരണം ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അബ്സർഡ് ഐഡിയ സെല്ല് ചെയ്തെന്ന് ഒരു രൂപയും കിട്ടത്തില്ല, ഒരു വിന്നും ഇല്ല. ഗൈസ് 1000 പേർക്ക് വേണ്ടി ഞങ്ങൾ കുളിച്ചൊരുങ്ങി ഇവിടെ വന്നിരുന്ന് ഇത് ഇത്രയും പറയും. വി ആർ മേക്കിംഗ് ആൻ എഫേർട്ട് ആൻഡ് വി ആർ എൻജോയിങ് ഇറ്റ്. സത്യം, വി ആർ എൻജോയിങ് ദ ഹെൽ ഔട്ട് ഓഫ് ഇറ്റ്. സത്യം. ഓരോ കമന്റും എത്ര വരുന്നത്, ഞങ്ങൾ ഇത്ര 2 മണിക്കൂർ ഷൂട്ട് ചെയ്ത് അതിനകത്ത് തെറ്റ് പറ്റുന്നതെല്ലാം എടുത്ത് കളഞ്ഞ് ഇതെല്ലാം എടുത്തിട്ട് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾക്ക് വരുന്ന 30-40 കമന്റ് കണ്ട് ഞങ്ങൾക്ക് വരുന്ന സന്തോഷം, ദാറ്റ് ഈസ് അത്രേ ഉള്ളൂ. അതിനുവേണ്ടി ചെയ്യുന്നതും ഇതിനു വേണ്ടി ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 7 ഉപനിഷത്തുകൾ വെച്ചാണ് ഈ ഓരോ ഹിന്ദുവും വായിച്ചിരിക്കണം എന്ന് പറയുന്നത്. ആൻഡ് ദീസ് ആർ നോട്ട് മദർ സ്ക്രിപ്റ്റേഴ്സ്, ദീസ് ആർ നോട്ട് അബൌട്ട് ഗോഡ്സ്. ഇതിനകത്തെല്ലാം ഡിബേറ്റുകൾ അറിഞ്ഞിരിക്കണം. സൂര്യൻ എങ്ങനെ ഉണ്ടായി, എന്താണ് നക്ഷത്രങ്ങൾ. അപ്പോൾ ഒരു 100 പേരിരുന്ന് നക്ഷത്രങ്ങളെ പറ്റി പറയാണ്. നക്ഷത്രം സ്റ്റാർ ആണ്, അപ്പോൾ വേറൊരുത്തം പറയാം സ്റ്റാർ അല്ല, അത് ചിലപ്പം ഇതുപോലെ വേറൊരു പ്ലാനറ്റ് ആവാം. സി, നമ്മളുടെ മൈൻഡ് വലുതായിക്കൊണ്ടിരിക്കും ഓരോ പേജ് വായിക്കുമ്പോഴും. അപ്പം ഇതിനകത്ത് നിന്ന് ഇതിൻ്റെ ഏറ്റവും വലിയ പെക്യുലാരിറ്റി എന്തെന്ന് പറഞ്ഞാൽ ഈ 7 ഉപനിഷത്തുകളിൽ നിന്ന് 3 ഉപനിഷത്തുകൾ ദൈവം എന്ന് പറയുന്ന സാധനങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. കൃഷ്ണൻ, രാമൻ, ഇതെല്ലാം ഈ 3-ലാണ് വരുന്നത്. ബാക്കി 4 പറയുന്നത് നീ ഒരു ഹിന്ദു ആണെങ്കിൽ ദൈവത്തിൽ വിശ്വസിക്കാനും പാടില്ല, ദൈവമില്ല എന്ന് പറയുന്ന തെളിവാണ് ഈ 4. ദൈവമുണ്ട് എന്ന് പറയുന്ന തെളിവാണ് ഈ 3. നീ ഇത് 7 വായിച്ചിട്ട് നീ തീരുമാനിക്കും ബ്രോ. അപ്പോ എനിക്കൊരു ഗൂസ് ബംസ് വന്നു. ഐ ഡോണ്ട് നോ ഇഫ് യു ഗൈസ് ആർ ലക്കി ടു ഫീൽ ദാറ്റ്, ബട്ട് മിക്കവരും they are blinded by the idea. Yes, they will. നിങ്ങളെ ജീവിതം ജനിച്ചതിന്റെ അന്ന് തൊട്ട് മരിക്കുന്നതിന്റെ അന്ന് വരെ വിഷ്ണു അല്ലെ അള്ള അല്ലെങ്കിൽ ക്രൈസ്റ്റ് ആണ് എന്റെ ഭഗവാൻ ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണെങ്കിൽ ബ്രോ, യു ഗൈസ് ആർ മിസ്സിംഗ് ഔട്ട് ദി അതർ 999 കോടി ദൈവങ്ങൾ. They are also beautiful guys. അതേപോലെ ഞാൻ ഈയിടെ അഗസ്ത്യർ കൂടെ പോയായിരുന്നു. അഗസ്ത്യർ ട്രക്ക് പോയപ്പം ഞങ്ങളിങ്ങനെ നടന്നൊക്കെ പോകുമ്പോൾ ഒരു സ്വാമി, ഞങ്ങള് ട്രക്ക് സത്യം പറഞ്ഞാൽ മോഡറേറ്റ്ലി ഹാർഡാ. ഓക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തടിയുള്ളവരൊക്കെ നല്ല പെട്ടുപോയി. ഞാൻ നോക്കുമ്പോ ഒരു സ്വാമി ഇത് നല്ല നമ്മളെ കുപ്പിച്ചില്ലാണ് കല്ല് ഫാറ്റ് ഗൈസ് അവര് കംപ്ലീറ്റ് ചെയ്ത് കുറെ പേര് വരുമ്പോ നമ്മള് ഒരുപാട് എക്സ്ട്രാ ലേറ്റ് ആയി ഭയങ്കര തടിയുള്ള 2 ഫാറ്റ് ഗൈസ് ഒക്കെ ഞങ്ങൾ ക്ലാപ്പ് ഒക്കെ ചെയ്ത് ഭയങ്കര ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ട്രക്കേഴ്സിന്റെ ഇടയിൽ. അതൊരു ഭയങ്കര അതാണ് ഗൈസ് ട്രക്കേഴ്സ്. ഈ ട്രക്ക് ചെയ്യുന്നവർക്ക് ദേ ഡോണ്ട് കെയർ അബൌട്ട് ബോഡി, they don't care about sex, they don't care about their age. അതൊരു ഇമോഷനാണ്. നിങ്ങൾക്ക് 1, 2, 3 ദിവസമോ മണിക്കൂറോ എത്രയെന്ന് വെച്ചാൽ അത് ട്രക്ക് ചെയ്ത് ഒന്നും കാണാതെ മലകളുടെയും മരങ്ങളുടെയും ഇടയിൽ കൂടെ ചെയ്ത് ഒരു പീക്കിലെത്തി നമുക്ക് എന്തോ കിട്ടുന്നുള്ളൊരു ഫീല്. അത് ആ ഒരു കമ്മ്യൂണിറ്റി അടിപൊളിയാണ്. കാരണം അവിടെ നിന്ന് 3 ദിവസം അല്ല 2 നൈറ്റ് സ്റ്റേ ഉണ്ടായിരുന്നു. വൃത്തിയായിട്ട സ്റ്റേ, വൃത്തിയായിട്ട ഫുഡ്, ഒന്നും കൊള്ളത്തില്ലായിരുന്നു. ഓർഗനൈസ്ഡ് ബൈ ഗവൺമെന്റ്. അയ്യോ പറയാം, 4000 രൂപ മേടിക്കുന്നത് നമ്മുടെ ഇത് ഒരാൾക്ക് പോവാൻ. എന്തായിരുന്നു ഫുഡൊക്കെ? കഞ്ഞിയും പേർ, എപ്പോഴും കഞ്ഞിയും പേര്, പിന്നെ ഉച്ചയ്ക്ക് ചോറ്. അത് 4 മീൽ അവർ തരും. 2 കഞ്ഞിയും പേര് 2 ചോറും അങ്ങനെ എന്തോ അല്ല, അങ്ങനെ എന്താ സംഭവം. ഒരു ദിവസം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. 4000 രൂപ മേടിച്ചിട്ട് പ്രശ്നമൊന്നുമല്ല. ഞാൻ അവിടെ നടന്നു പോകുമ്പോൾ ഇവിടുത്തെ ഗൈഡുമാരൊക്കെ ആയിട്ട് സംസാരിക്കുമല്ലോ, അവർക്ക് 3 മാസം ശമ്പളം കൊടുത്തിട്ട് എന്നിട്ട് അവർ ഡെയിലി 22 കിലോമീറ്റർ നടക്കും. അതൊക്കെയാണ് ബാഡ്. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ഒരു സ്വാമിയെ കണ്ട്, പുള്ളിക്കാരൻ ചെരുപ്പൊന്നും വിടാതെ റോക്കറ്റ് കണക്ക് നടന്നു വന്ന്. ഞാൻ നോക്കുമ്പോൾ പുള്ളി ചില പൂക്കൾ ഭയങ്കര കിടില സ്വാമി, ചില പൂക്കളൊക്കെ പറിച്ച് തിന്നുന്നു, ചില പൂക്കളൊക്കെ അവിടെ ചില കുരുവൊക്കെ പൊട്ടിച്ച്. ഞാൻ ഇതുവരെ കണ്ടിട്ട് പോലും ഇല്ലാത്ത ഒരു കുരുവുണ്ട്. ഈ എലവേഷൻ കൂടുമ്പോൾ അഗസ്ത്യർ ആ ഒരു ബോണക്കാട് ഫീല് വരും. ബോണക്കാട് ബേസ് ക്യാമ്പ് കഴിയുമ്പോൾ ഒരു എനിക്ക് തോന്നുന്നു 1000+ ആവും നമ്മുടെ എലവേഷൻ. അപ്പം അത് പ്രത്യേക കുരുകളും കാര്യങ്ങളൊക്കെ സ്വാമി മുനി പൊട്ടിച്ച് കഴിക്കുന്നു, വെള്ളമൊന്നും കുടിക്കുന്നില്ല, ഒറ്റ പോക്ക്. എന്നിട്ട് ഞാൻ മുനീൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞാൽ പുള്ളിക്ക് തമിഴാണ്. എനിക്ക് തമിഴ് ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ പുള്ളിയുടെ അടുത്ത് പോയി സംസാരിച്ചപ്പം പുള്ളി ഇങ്ങനെ ഇവിടെ സിദ്ധ ഔഷധങ്ങളൊക്കെ ഒരുപാടുള്ള ഇതാ. പിന്നെ എനിക്ക് ഇവിടുത്തെ ഐതിഹ്യം പറഞ്ഞു തന്നെ. ഐതിഹ്യം എന്ന് പറഞ്ഞാൽ ശിവപാർവതി റിലേറ്റഡ് ഐതിഹ്യമാണ്. അത് ഒരുപാട് അപ്പം അറിയോ? ഞാൻ ഇത് കഴിഞ്ഞിട്ട് അത് പറഞ്ഞോ. ശിവപാർവതി ആയിട്ടുള്ള ഐതിഹ്യത്തിന്റെ കണക്ഷൻ വരികയാണെങ്കിൽ എനിക്ക് യാദൃശ്ചികമായിട്ടൊരു ബ്യൂട്ടിഫുൾ ഫ്രണ്ടിനെ കിട്ടി. ആൻഡ് വി ഗോട്ട് കണക്റ്റഡ് ത്രൂ
ദിസ് ഏൻഷ്യന്റ് ഇതും നോളജും കാര്യങ്ങളും ഞാൻ എങ്ങനെയാണോ ലോകത്തിനെ കാണുന്നത് അതുപോലുള്ള ഒരു ഫ്രണ്ട്. അപ്പോൾ പേര് പറയണ്ടായിരുന്നു. യാ, അപ്പോൾ വി സ്റ്റാർട്ടഡ് സ്റ്റഡിങ്, ചെറിയൊരു ക്ലാസ് പോലെ തന്നെയാണ്, സ്റ്റാർട്ടഡ് സ്റ്റഡിങ് സംസ്കൃത. കാരണം എനിക്ക് പല സ്ക്രിപ്റ്റേഴ്സും നോക്കി വായിക്കുമ്പോൾ എനിക്ക് പന്ന ഇതാ കിട്ടുന്നത്. ട്രാൻസ്ലേഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ സ്കിപ്പായിപ്പോയി. ട്രാൻസ്ലേഷനിലോട്ട് തിരിച്ചു വരാം. അപ്പോൾ എനിക്ക് മനസ്സിലാവണം. ഇപ്പം ഞാൻ പറയാം, രാമായണത്തിലെ ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ വാനരാസ് എന്ന് പറയുന്ന ആളുകൾ അവരെ 1, 2, 3 വട്ടമേ ആ വലിയ ടെക്സ്റ്റിനകത്ത് വാനരാസ് എന്ന് പറയുന്നുള്ളൂ. പക്ഷേ ഇംഗ്ലീഷുകാർ വന്ന് നമ്മളുടെ വാനരാസിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ടാക്കി, രാമായണം ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇംഗ്ലീഷിലോട്ടാക്കിയിട്ട് ആ ഫുൾ ഇവരെ എപ്പൊക്കെ പറയുന്നു അപ്പം മൊത്തം വാനരാസ് എന്നാക്കി. പക്ഷേ ഇൻ ദ റിയൽ ടെക്സ്റ്റ് വാനരാസ് വാസ് യൂസ്ഡ് വൺസ് ഓർ ട്വൈസ്. അപ്പോൾ ഡെലിബറേറ്റ്ലി ഇത് ചെയ്തതാണ്. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു, ഈ വാനരന്മാരെ എന്താക്കി, കുരങ്ങന്മാർ ഗതയും പിടിച്ചോണ്ട് പോകുന്നത് കുന്തവും ഒക്കെ ആയിട്ട് ലിറ്ററലി കുരങ്ങന്മാരുടെ ആർമി എന്നാക്കി. ബിക്കോസ് ദേ ഡോണ്ട് വാണ്ട് അവർ ഹിന്ദു പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഹിമാലയത്തിനും ഇൻഡസിനും ഇത് എടുത്തെടുത്ത് പറയുകയാണ്, അല്ലെങ്കിൽ ഭാരതീയ പീപ്പിൾ അങ്ങനെ പറയുമ്പോൾ കുഴപ്പമില്ലല്ലോ. ഇന്ത്യൻസിനോ ഭാരതീയർക്കോ നമുക്കൊരു റിച്ച് ഹിസ്റ്ററി ഉണ്ടായിരുന്നു. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് യൂസ് വിമാനാസ് ഫോർ ട്രാവൽ. നമ്മുടെ ആൻസിസ്റ്റർ യൂസ്ഡ് ഇന്റർ സ്പീഷീസ് വാർ. നമ്മുടെ ആൻസിസ്റ്റേഴ്സ് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്തു, നിങ്ങൾക്കൊരു ഹിസ്റ്ററി ഉണ്ടായിരുന്നു എന്ന് അറിയാൻ പാടില്ല. സോ ദേ മെയ്ഡ് ദിസ് എ ഫെയറി ടെയിൽ ജോക്ക്. കുരങ്ങന്മാർ പോയി രാക്ഷസന്മാരെ അടിക്കുന്ന ഒരു കഥ. ഗൈസ്, ഈ വാനരന്മാരെന്ന് അതിനകത്ത് ഉപയോഗിച്ചേക്കുന്ന 1, 2 വട്ടം ഉപയോഗിച്ചെന്ന് പറഞ്ഞു. അതിനും ഞാൻ പറയാൻ തെളിവുണ്ട്. വാനരം എന്ന് പറയുന്ന സംസ്കൃത വാക്കാണ്. അതിനകത്ത് 2 വാക്കുകളായിട്ട് ആണ് ഈ വാനരം വന്നേക്കുന്നത്. ഒന്ന് വൻ, ഒന്ന് നരൻ. വൻ നരൻ. വൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനം എന്നാണ് അർത്ഥം. നരൻ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ എന്നാണ്. കാട്, മനുഷ്യൻ. കാട്ടിലെ മനുഷ്യൻ എന്നാണ് നമ്മളുടെ കാര്യം പറഞ്ഞേക്കുന്നത് ആ രാമായണത്തില്. ബ്രോ, വാനരൻ ലിറ്ററലി മീൻസ് കാട്ടിലെ മനുഷ്യൻ. അവരത് ഇത്രയും ഇവിടെ ഇരുന്ന് എനിക്കിത് പറ്റുമെങ്കിൽ അവർക്കത് അറിയത്തില്ലെന്നാണോ ഒരു ഗ്രന്ഥം ട്രാൻസ്ലേറ്റ് ചെയ്തവർക്ക്? ബട്ട് ദേ ചോസ് ടു മേക്ക് ദം കുരങ്ങന്മാർ ആൻഡ് മേക്ക് കാർട്ടൂൺസ് ആൻഡ് ഫീഡ് ഇറ്റ് ഓൾ ടു അവർ ജനറേഷൻ. ഇപ്പോഴും അതുകൊണ്ടാണ് നമ്മൾ രാമായണത്തിൽ വിശ്വസിക്കാത്തത്, നമ്മളുടെ പല ഗ്രന്ഥങ്ങളും വിശ്വസിക്കാത്തത്. ഈ രാമായണത്തിൽ ഈ കുരങ്ങന്മാർ അവിടെ പോയി അടിച്ചതല്ല, അതിന് പകരം മുകളിൽ നിന്ന് ഒരു ആര്യൻ റൈസ് വന്ന് താഴെയുള്ള ദ്രവീഡിയൻ റൈസുമായിട്ട്, അതിന് താഴെയുള്ള അറ്റ്ലാന്റിയൻ റൈസുമായിട്ട് ഒരു യുദ്ധം ഉണ്ടായിരുന്നു, അതിൽ ഉപയോഗിച്ച വെപ്പൺസ് ഇതൊക്കെയാണ് എന്ന് പറഞ്ഞാൽ വി മൈറ്റ് ഗെറ്റ് ഇൻട്രസ്റ്റഡ്. വി മൈറ്റ് സ്റ്റാർട്ട് ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഓ, ഹു ആർ വി? അപ്പൊ നമ്മൾ ആരായിരുന്നു? അപ്പൊ ഇത് എപ്പോഴാണ് സംഭവിച്ചത്? അപ്പൊ ഇതൊക്കെ നടന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ എന്താ ഇങ്ങനെ പറ്റിയത്? അപ്പൊ എന്ത് പറ്റി ഇവർക്ക്? അത് ചെയ്യാൻ പാടില്ല. സോ ദേ മേഡ് ഇറ്റ് എ അമർ ചിത്രകഥ. പറഞ്ഞത് കഥ, ഐതിഹ്യം. കളിക്കുടുക്കയാക്കി. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഇപ്പോൾ എന്താ ഒരു ക്ലാസ് പോലെ തന്നെ, ഇറ്റ്സ് എ ലിറ്ററൽ ക്ലാസ്. വി ആർ ഷെയറിങ് നോളജ് ആൻഡ് വി ആർ ലേണിംഗ് സോ മെനി തിങ്സ്. അപ്പോൾ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കണം. ലൈക്ക് ഈ ചാനൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർക്ക് നമുക്കിപ്പം വീക്കെൻഡ്സിൽ ഒരു 2 hours G meet. ജസ്റ്റ് ടു ഡിസ്കസ് അബ്സർഡ് ഐഡിയാസ്. 1 or 2 hours. ഗൈസ്, അവിടെ പ്രഭാഷകനില്ല, ആങ്കർ ഇല്ല, ഒന്നുമില്ല. ഐ ആം എ വിസിറ്റർ, യു ആർ എ വിസിറ്റർ. ആദ്യം ജോയിൻ ചെയ്യുന്ന ആൾ ഹോസ്റ്റ്. അത്രേ ഉള്ളൂ. അല്ലാതെ അവിടെ ഞാൻ വന്നിട്ട് സംസാരിക്കും, നോ, അങ്ങനെ ഒരു പരിപാടി ഇല്ല. So അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ let us know in the comments. Yes, we can discuss things. നമുക്ക് പോഡ്കാസ്റ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് ഉള്ളവരെ നമുക്ക് വരുത്താൻ പറ്റും. We'll chill out in Trivandrum for a day. We're cool guys. Our parents are also cool. അല്ലെങ്കിൽ 10-27 വയസ്സായ ഒരുത്തരുടെ വീട്ടിൽ പോഡ്കാസ്റ്റ് ചെയ്യാൻ സമ്മതിക്കത്തില്ല, ജോലി കൂലി ഇല്ലാതെ. അപ്പൊ അത് പോട്ടെ. അവൻ കൊരകന്റെ കഥ ഡിസൈൻ ചെയ്യാൻ എൻ്റെ അച്ഛനും അമ്മയും കേട്ടിട്ട് അതിനെയൊക്കെ ചിരിക്കുമായിരുന്നു. ബട്ട് നൗ ദേ ആർ ടെല്ലിങ് മീ ഓക്കെ, ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ. ആൻഡ് ഇൻട്രസ്റ്റിംഗ് തിങ്, ലാസ്റ്റ് വീക്ക് മൈ ഡാഡ് വാസ് ആസ്കിങ് മീ, നീ എന്നാ ഇനി കൊടൈക്കനാൽ പോന്നെ? നീ കേട്ടില്ലേ? അപ്പത്തേക്ക് ഞാൻ പറഞ്ഞു, അതെന്താ അച്ഛാ അങ്ങനെ? മൺസൂൺ ആകുമ്പോ നീ പോവായിരിക്കുമല്ലേ? ഞാൻ പറഞ്ഞ എന്താ കാര്യം, എന്താ? ഞാനും വരാം. അതെന്താ പിള്ളേരോട് നിങ്ങള്? അല്ല, അവിടെ എന്തോ കിട്ടുമല്ലോ, എന്തോ കാതാട്ടിയോ. അപ്പൊ അങ്ങനെ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കാൻ ലോകം മുഴുവനൊന്നുമല്ല, ഒരാളുടെ മനസ്സിൽ ഇതൊരു ടാബു അല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റി. യെസ്, ആൻഡ് ഗായ്സ്, ഇത് ഡ്രഗ്സിനെയോ ഇതൊന്നും പ്രൊമോട്ട് ചെയ്യുന്നതല്ല. ആൻഡ് അങ്ങനെ പറയുന്നവർക്ക് ഞാൻ ഒരു നിയമം കൂടെ പറയാം, ഈ സാധനം മഷ്റൂംസ് ഡ്രഗ്സ് അല്ല ഇന്ത്യൻ നിയമം അനുസരിച്ച്.
ഞാനിപ്പോൾ റോഡിൽ പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പോയി മാജിക് മഷ്റൂം തിന്ന് അവർക്ക് നോക്കിയിട്ട് പോകാനേ പറ്റൂ. അതാണ് ഇന്ത്യയിലെ നിയമം. അപ്പം അത് പോട്ടെ, ഇന്ത്യയിലെ അല്ല കേരളയിലെ റീജിയണൽ നിയമം. അപ്പോൾ സ്ട്രെസ് റിലീഫായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് കാനഡയിലെയും അമേരിക്കയിലെയും വലിയ വലിയ ജർമ്മനിയിലെയും പോളണ്ടിലെയും ഒക്കെ പഠനം. അവിടെ വരെ മൈക്രോ ഡോസിങ് ഒക്കെ ചെയ്യും. യെസ്, അവിടെ മൈക്രോ ഡോസിങ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അവിടെ ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടെ കടയിൽ പോയി നമ്മളുടെ ഏജും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ വെയിറ്റും കാര്യങ്ങളും ഒക്കെ അത് സയൻറ്റിഫിക് ആയിട്ടാണ്, വളരെ സയൻറ്റിഫിക് ആയിട്ട് അവർ ചെയ്യും. നമ്മളുടെ വെയിറ്റ്, നമ്മളുടെ ജോലി, നമ്മളുടെ സ്ട്രെസ്സ്, ഉറക്കമൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അവിടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഫാർമസിസ്റ്റ് പറയും, ഓക്കെ നിനക്ക് 0.2 ഗ്രാം സൈക്കഡലിക്സ് സിലോസൈബിൻ നിനക്ക് പ്രിഫർ ചെയ്യുന്നു, നിനക്ക് 0.2 താഴെ എത്ര വേണമെങ്കിലും വാങ്ങിക്കാം, 2 മുകളിൽ പോകാൻ പറ്റത്തില്ല, പ്രിസ്ക്രിപ്ഷൻ തരും. അപ്പോൾ അങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് അതിൻ്റെതായ ഗുണങ്ങളും അവിടെ ഉണ്ട്. പക്ഷേ ഇത് മിസ്യൂസ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ടായതിന് അതിൻ്റെതായ ദോഷങ്ങളും അവിടെ ഉണ്ട്. എപ്പോഴും എല്ലായിടത്തും. കാരണം എനിക്ക് 50 രൂപയുടെ സാധനം $50 വരെ ഞാൻ അവിടെ ഫാർമസിസ്റ്റിനോട് പറയാം, 100 രൂപ വെച്ചോ, എനിക്കൊരു 2 കിലോ തരാൻ പറഞ്ഞാൽ അവർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. മനസ്സിലായോ? അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഞാൻ പിന്നെയും ടോപ്പിക്കിൽ നിന്ന് മാറിപ്പോന്നു. ശിവപാർവതിയിലോട്ട് പോവാം. കമ്മ്യൂണിറ്റിയുടെ കാര്യം മറക്കണ്ട. വിൽ ഡെഫിനറ്റ്ലി ക്യാച്ച് ഓൺ. കമന്റ്സ് നോക്കിയിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി സെറ്റ് ചെയ്യും. എന്തായാലും ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങുന്നുണ്ട്, താഴെ വാട്സ്ആപ്പ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരെണ്ണം തുടങ്ങാം ഇപ്പൊ തന്നെ. അപ്പൊ ശിവപാർവതിയുടെ ഇത് വരുന്നത് സൗന്ദര്യ ലഹരി സൂത്രത്തിൽ നിന്നാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത്. കാരണം ഈ ക്ലാസ് തുടങ്ങുന്നത് ഞാനും പഠിച്ചു തുടങ്ങുന്നത് സൗന്ദര്യ ലഹരി സൂത്രം. സൂത്രം ലിറ്ററലി മീൻസ് ശാസ്ത്രം. മലയാളത്തിലോട്ട് വരുമ്പോഴാണ് ശാസ്ത്രം ആവുന്നത്. ഈ സൂത്രം ഞാൻ ഒരു സൂത്രം കാണിച്ചു തരാന്ന് ആളുകൾ പറയുമ്പോൾ they're literally meaning I'll show you something on science. അപ്പോൾ സൗന്ദര്യ ലഹരി സൂത്രത്തിൽ നിന്ന് അതൊരു ശാസ്ത്ര ബുക്കാണ്, അതൊരു ഭയങ്കര വലിയ ബുക്കാണ്. അപ്പോൾ അത് തുടങ്ങുന്നത് ഈ ശിവനും പാർവതിയും തമ്മിലുള്ള ബന്ധവും ശിവനും പാർവതിയും തമ്മിലുള്ള ഒരു സംഭാഷണം ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഏതോ ഒരു സന്യാസി കേട്ടിട്ട് ഇത് മനുഷ്യർക്ക് വേണ്ടി ഡീകോഡ് ചെയ്യുവാണ്. മനസ്സിലായോ? അപ്പോൾ ആദ്യത്തെ ആ ചാപ്റ്ററിൽ ഈ പാർവതിയുടെ ബ്യൂട്ടി ഡിഫൈൻ ചെയ്യാണ്. പാർവതി അതിനകത്ത് പറയുന്നത് ത്രിപുര സുന്ദരി എന്നാണ്. ത്രിപുര സുന്ദരി എന്ന് പറഞ്ഞാൽ ത്രിലോകം എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. ത്രിപുര ആ 3 സ്ഥലത്തേലും ഏറ്റവും വലിയ സുന്ദരി. അപ്പൊ ബാക്കിയുള്ള ആളുകളൊക്കെ ശിവനാവാൻ വേണ്ടി ജലസാവുക. ബിക്കോസ് ഹീസ് ദ ഓൺലി വൺ ഹൂ സീസ് ദ ഗോഡസ് ഇൻ ഹർ ട്രൂ ഫോം. ബാക്കിയുള്ള ഗോഡ്സ് അപ്പൊ ശിവനോട് ജലസി ആവുക. അപ്പൊ അതൊക്കെ ഉണ്ട്. അത് പോട്ടെ. അപ്പൊ അതിനകത്തുള്ള ഏറ്റവും വലിയ 2ാമത്തെ ചാപ്റ്ററിലെ അറിവ് പകരുവാണ്. വാട്ട് ഡസ് പാർവതി ഡു ടു ബിക്കം ദിസ് ബ്യൂട്ടിഫുൾ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദിസ് ഈസ് നോട്ട് മെഡിക്കൽ റെക്കമെൻഡേഷൻ, ദിസ് ഈസ് സൗന്ദര്യ ലഹരി സൂത്ര. ഞാൻ വായിച്ചത് പറഞ്ഞു തരുന്നു. ഡോണ്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അപ്പോൾ ഇതിനകത്ത് ആദ്യം പറയുന്നത് നമ്മുടെ ശരീരം സ്ട്രെസ് കുറയ്ക്കാനും നമ്മളുടെ ശരീരത്തെ മൈൻഡിനെ ഉണർത്താനും നമ്മുടെ ശരീരത്തിനെ ഈസ് ആക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് രാവിലെ 6 മുതൽ 6:30 വരെ ഗ്രൗണ്ട് ചെയ്യുക. ഗ്രൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ അതിനകത്ത് എഴുതിയേക്കുന്നത് നമ്മൾ ചെരുപ്പിടാതെ വെയിലത്ത് രാവിലത്തെ വിറ്റാമിൻ ഡി എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ, ആ വെയിലിൽ ഇറങ്ങിപ്പോയി പച്ച പുല്ലിൽ മണ്ണിൽ നിൽക്കുക. ടെറസല്ല, കോൺക്രീറ്റ് അല്ല, റോഡല്ല, പച്ച പുല്ലുള്ള മണ്ണ്. പച്ച പുല്ലുള്ള മണ്ണിൽ എന്തിനാണ് നിൽക്കുന്നത് ചോദിക്കുമ്പോൾ അതിനകത്ത് പറയും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പുതിയ ജീവൻ എന്നും വളരുന്ന സാധനമാണ് പച്ചപ്പുല്ല്. ഈസ് കോൺസ്റ്റന്റ്ലി ഗ്രോയിങ്, എന്നും വളർച്ചയും ഊർജ്ജമുള്ള. അപ്പം നമ്മളുടെ അതിനകത്ത് ശാസ്ത്രത്തിനകത്ത് പറഞ്ഞേക്കുന്നത് നമ്മളുടെ ലെഫ്റ്റ് ലെഗ് ആനോഡും റൈറ്റ് ലെഗ് കാഥോഡുമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഈ സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ബോഡിയുടെ മുകളിലും താഴെയും തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നു. ജസ്റ്റ് ലൈക്ക് എ ബാറ്ററി സർക്യൂട്ട് ഫോം ചെയ്യും. യെസ്, ആൻഡ് അയോൺസ്, positively charged ions enter through your left leg, circulates all over your body and go blood pump ആവുന്നത് പോലെ തന്നെ and go to the ground through the right foot. അതിന് വേറൊരു സയന്റിഫിക് ഇതുണ്ട്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്റൻസ് ആയിട്ടുള്ള ഈ നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, സ്പൈൻ കഴിഞ്ഞാൽ കാഫില. യെസ്, കാലില്. അപ്പൊ കാലില് ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. കാരണം കാലുകൾ എനർജി സക്ക് ചെയ്യാനും എനർജി ഡിസ്പിക്ട് ചെയ്യാനും പറ്റും. കാരണം നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ ഈ പണ്ടത്തെ വൈദ്യന്മാർ കാലിൽ ഉപ്പൂറ്റി നോക്കും. നമ്മളുടെ ബോഡിയിൽ പാടില്ലാത്ത ആന്റിജനോ കാരണങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാല് കറക്കും. യെസ്, എന്താണ് നോക്കുന്നത്?
കാല് കറുത്തിരിക്കും. കാലിന്റെ താഴെ കറക്കും. അതിനർത്ഥം എന്തോ സാധനം വെളിയിലോട്ട് പോകുന്നില്ല. ഇറ്റ് കുഡ് ബി എനർജി ദാറ്റ് വി ആർ നോട്ട് ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. നമ്മുടെ പൂർവികർക്ക് അത് അറിയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ 3-4 കാര്യങ്ങൾക്ക് വേണ്ടി രാവിലത്തെ 6 മണിയിടത്തെ വെയിൽ ഞാൻ പറഞ്ഞ പോലെ ചെന്ന് കൊള്ളുക, പച്ചപ്പുല്ലിൽ. അത് കഴിഞ്ഞ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് അവയർനെസ്സും ഇൻ്റലിജൻസും ബുദ്ധിയും ബോധവും കൂടാൻ വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? എന്താ ദൈവങ്ങൾ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ദൈവം അല്ലെങ്കിൽ പാർവതി കൽപ്പവൃക്ഷം എന്ന് പറയുന്ന വൃക്ഷം, കൽപ്പവൃക്ഷത്തിൽ ചില സീസണിൽ പൂവുണ്ടാവും. ആ പൂവിന്റെ നടുക്കിൽ നിന്ന് തേൻ വരും. ആ തേൻ പൂജിക്കുക. കൽപ്പവൃക്ഷം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് ഏതായിട്ട് വരും? നമ്മുടെ ഇവിടെ സംസ്കൃതത്തിൽ, നമ്മുടെ മലയാളം, നമ്മുടെ ഇവിടൊക്കെ ഉള്ള വൃക്ഷമാണ്. ബട്ട് ഐ തിങ്ക് ഇറ്റ് റെയർലി ബ്ലൂംസ്. കൽപ്പവൃക്ഷത്തിന്റെ, ഞാൻ ഇത് പറഞ്ഞു തരാണ്. ഡോണ്ട് ട്രൈ ദിസ് ഹോം. നിങ്ങൾ എല്ലാവരും അങ്ങനെ സ്മാർട്ട് ആവണ്ട. വേണമെങ്കിൽ ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റും, അല്ലെങ്കിൽ നാളെ ആരെങ്കിലും റിപ്പോർട്ട് അടിക്കും ഞാൻ മെഡിക്കൽ അഡ്വൈസ് കൊടുത്തു. ഞങ്ങൾക്ക് 2-3 റിപ്പോർട്ട് വന്നു, അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അപ്പോൾ കൽപ്പവൃക്ഷത്തിന്റെ ഒരു വലിയ വൃക്ഷമാണ്. കൽപ്പവൃക്ഷം സെർച്ച് ചെയ്യുക, എന്നിട്ട് അവിടെ പോയി ഏത് സീസണിലാണ് അതിൽ നിന്ന് പൂ ബ്ലൂം ചെയ്യുന്നത് നോക്കുക, എന്നിട്ട് അതിൽ നിന്ന് പൂ കളക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ നെക്ടർ കുടിക്കാതിരിക്കുക. അത് നിങ്ങളുടെ ചോയ്സാണ്. അങ്ങനെ കുടിച്ചു കഴിഞ്ഞാൽ ഈ 4 കാര്യങ്ങളും വലുതാവും. പിന്നെ ഇങ്ങനെയാണ് ഈ ബുക്ക് തുടങ്ങുന്നത്. അപ്പോൾ ഞങ്ങൾ 2-3 ചാപ്റ്റർ എത്തിയിട്ടുള്ളൂ. ബാക്കി തുടരെ പോകുമ്പോൾ എല്ലാ എപ്പിസോഡിലും ഞാൻ എല്ലാവർക്കും വേണ്ടി സൗന്ദര്യ ലഹരി സൂത്രം ഒരു 2 മിനിറ്റ് ഇതുപോലെ ഞാൻ സംസാരിക്കാം. ബിക്കോസ് ഇറ്റ് ക്യാൻ ബി ഹെൽപ്ഫുൾ ടു യു ഗൈസ്. അതേപോലെ ഞാനിപ്പം ക്യാൻസറിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, ചുമ്മാ നോക്കുന്നത്. ആൻഡ് അതിനെക്കുറിച്ച് ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് ചെയ്യണം. കാരണം അതിന് ഓൾറെഡി ക്യൂർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐവർമെക്റ്റിൻ ബ്ലൂ എന്ന് പറയുന്നത്, ഐവർമെക്റ്റിൻ ഒക്കെ എടുത്തവന്മാർക്ക് സ്റ്റേജ് 3 ക്യാൻസർ ഒക്കെ പോയിട്ടുണ്ട്. ആൻഡ് ഫാസ്റ്റിംഗ് ഭയങ്കര, അത് അതിനെ കുറിച്ച് സെപ്പറേറ്റ് എപ്പിസോഡ് ഞാൻ ഇച്ചിരി പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ പ്രസന്റ് ചെയ്യാം. ഫാസ്റ്റിങ്ങിനെ പറ്റി ചെറുതായിട്ടൊന്ന് പറഞ്ഞുവിടാം. കാരണം വാട്ട് ഹാപ്പൻസ് ഇൻ ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ വേണ്ടാത്തതോ വിഷമായതോ കാര്യങ്ങളെല്ലാം ഇതിലേ പോകുമ്പോൾ ബോഡി എന്തു ചെയ്യും? നീ അതിലേ ഒന്നും പോകണ്ട, ഇവനെല്ലാം പിടിച്ച് കെട്ടിയിടാൻ പറയും. അതാണ് നമ്മുടെ ബോഡിയുടെ മെക്കാനിസം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മെക്കാനിസം. അപ്പം ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ട് ഇപ്പം ഇവിടെയൊക്കെ എൻ്റെ എന്തെങ്കിലും ബാഡ് ഉണ്ടെങ്കിൽ ഏറ്റവും നടുക്കായിട്ടോ അല്ലെങ്കിൽ ഏറ്റവും എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്തോട്ട് ഇതെല്ലാം വലിച്ചം കയറ്റും. തൊലിയുടെ അകത്ത് മാംസത്തിനകത്തോ ആയിരിക്കാം. അപ്പോൾ അവിടെ ഇത് ഇങ്ങനെ ഇരിക്കുമ്പോൾ ദിസ് ഈസ് കണ്ടെയ്ൻഡ്, ഇത് ക്ലോസ്ഡ് ആയിട്ടിരിക്കും. അപ്പം ഇൻ ദ പ്രോസസ് ഓഫ് ഇയേഴ്സ്, 2 വർഷം 3 വർഷം നമ്മൾ കൊക്കക്കോള കുടിക്കുമ്പോഴും ലേസ് തിന്നുമ്പോഴും നിംബു പാനി വാങ്ങിച്ച് കുടിക്കുമ്പോഴും കുപ്പിയിൽ പ്ലാസ്റ്റിക് വെള്ളം കുടിക്കുമ്പോഴും ഹോട്ടലിൽ പോയി മറ്റേ സീഡ് ഓയിൽ എന്ന് പറയുന്ന എഞ്ചിൻ ഓയിൽ ഉണ്ടല്ലോ, അത് കുടിക്കുമ്പോഴും തിന്നുമ്പോഴും മീൻ വറുത്തത് തിന്നുമ്പോഴും എല്ലാം ഇത് കൂടിക്കൊണ്ടിരിക്കും. എവറി ഡേ യു ഈറ്റ്, യു ആർ പർച്ചേസിങ് യുവർ ഡെത്ത് വാറന്റ്. ഈറ്റ് ഗുഡ് ഫുഡ് ഗൈസ്. പഴം തിന്നുക, ചോറ് കുറച്ച് തിന്നുക. ഈറ്റ് ഗുഡ് മീറ്റ്. യെസ്. കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. കോക്കനട്ട് ഓയിലിനെക്കാട്ടി നല്ലതാണ് ഗീയും ബട്ടറും. ആനിമൽ ഫാറ്റ് ഉപയോഗിക്കുക. വെജിറ്റേറിയൻ ആവണമെന്നൊന്നും ഞാൻ പറയത്തില്ല. കാരണം നമ്മുടെ പൂർവികർ ഈ പറയുന്ന നമ്മൾ അമ്പലത്തിൽ ഇട്ട് പൂജിക്കത്തില്ലേ, ഈ വെജ് പോലും തിന്നാതെ അമ്പലത്തിൽ പോകുന്ന രാമൻ എന്തോ തിന്നോണ്ടിരുന്നത്, രാവിലെ ഹണ്ട് ചെയ്യാൻ പോയി നല്ല കസ്തൂരിമാനെ നോക്കി അടിച്ചിട്ട് ബാർബിക്യുമായിട്ടാണ് തിന്നുന്നത്. കസ്തൂരിമാനെ പുള്ളി തിന്നുന്നതിൻ്റെ അടുത്ത് അതിനൊരു കസ്തൂരിയുടെ മണമുണ്ടെന്നാണ് പറയുന്നത് മീറ്റിന്. നമ്മൾ സീസൺ ചെയ്യുന്ന പോലെ. അപ്പോൾ നല്ല ഫുഡ് കഴിക്കുക. എന്നിട്ട് ഈ സാധനം എല്ലാം അടിഞ്ഞിങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഇതൊരു ലംബാവും. ഇത് ചെറുതായിട്ട് കട്ടി പിടിക്കാൻ, അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും ചിലപ്പോൾ. അപ്പോൾ ഫീൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ എന്തോ ചെയ്യും, ഡോക്ടറിൻ്റെ അടുത്ത് പോകും. വാട്ട് ദേ ക്യാൻ ഡു ഈസ്, അത് ഞാൻ പറയുന്നില്ല, ദാറ്റ് വിൽ ബി റോങ് ഫോർ മീ ടു സേ. പക്ഷെ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ചെയ്യുന്നത് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി കുറേ ടെസ്റ്റുകൾ നടത്തും. ആ ടെസ്റ്റുകളിൽ ഒന്നെന്താണ്, ഈ സാധനം ഒന്ന് കുത്തിപ്പൊട്ടിക്കും. ബ്രോ, ലിറ്ററലി ബോഡി ഒരു മെക്കാനിസം വെച്ച് 25 വർഷമായിട്ട് കണ്ടെയ്ൻ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സാധനം അത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഇതിനകത്ത് തുളയിട്ട് പൊട്ടിച്ചിട്ട് ഇത് വലുതാവുന്നു നോക്കും. That's how cancer spread. യെസ്. ആൻഡ് ഇത് പൊട്ടിച്ചിട്ട് 2 ആഴ്ച കഴിഞ്ഞ് 25 വർഷത്തെ പരിശ്രമമാണ് ബോഡിയുടെ, അല്ലെങ്കിൽ 30 വർഷത്തെ പരിശ്രമമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ജനിച്ചതിൻ്റെ അന്ന് തൊട്ടുള്ള ജനറ്റിക് ഡിസോർഡർ വരെ ബോഡി ഇത് പ്രിസർവ് ചെയ്ത് വെച്ചേക്കുക ലംസ് ആയിട്ട്. ഇത് ചെല്ലുന്നതിനെ ഒന്ന് പൊട്ടിച്ച് നോക്കിയിട്ട് 2 ആഴ്ച കഴിഞ്ഞൊന്ന് നോക്കും. നിങ്ങളൊന്ന് 2 ആഴ്ച കഴിഞ്ഞ് ആ ടെസ്റ്റ് ചെയ്യാന്ന്. 25 വർഷമായിട്ട് ഇത്രയും വർക്ക് ചെയ്യുന്ന സാധനം 2 ആഴ്ച കഴിഞ്ഞാൽ ഇത് പൊട്ടിത്തെറിക്കുമോ? ഇല്ല. 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല.
കുഴപ്പമൊന്നുമില്ല, ടെസ്റ്റുകളൊക്കെ വലിയ പ്രശ്നമൊന്നുമില്ല, ഇത് തന്നെയാണ് എല്ലാ സിനേറിയസും. വേറെ എനിക്കറിയാവുന്ന, ഞാൻ ഇതൊന്നും പറഞ്ഞു, ഓക്കെ. എനിക്കറിയാവുന്ന എല്ലാ സിനേറിയസിലും ഇതാണ്. ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് എന്നാലൊരു കാര്യം ചെയ്യും, ഒരു 2 മാസം കഴിഞ്ഞിട്ട് ഒന്നും കൂടെ വാ, നമുക്ക് ഒന്നും കൂടെ നോക്കാം. എവറി പേഷ്യൻ്റ് എവർ ദാറ്റ് കെയിം ബാക്ക് ഈസ് കൺഫേം വിത്ത് ക്യാൻസർ. വേറെ സംഭവം ഉണ്ട്, ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ്സിനകത്ത് ഓൾമോസ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കലി 80% ഓഫ് ദ പീപ്പിൾ ഡൈ ഓഫ് ഹാർട്ട് ഫെയിലിയർ. യെസ്, കീമോയും അതുപോലത്തെ മരുന്നെല്ലാം അടിച്ചേറ്റി അവർ ക്യാൻസർ കാരണമല്ല ചാവണം, ഏതെങ്കിലും ഓർഗൻ ഫെയിലിയർ, കിഡ്നി ഫെയിലിയർ, ഡിപ്രഷൻ. അപ്പം ഈ സാധനം കുത്തിപ്പൊട്ടി പടരാതിരിക്കുന്ന ഒരു സാധനം വർഷങ്ങളായിട്ട് അത് വലുതാവും. ബിക്കോസ് വി ആർ ഫീഡിങ് ടോക്സിൻസ് ഇൻ ടു യുവർ ബോഡി, യു ആർ റെസ്പോൺസിബിൾ. അപ്പോൾ ഇത് കാരണം വളർന്ന് പക്ഷേ ബോഡി കണ്ടെയ്ൻ ചെയ്ത് കുത്തിപ്പൊട്ടിച്ച് ഒരാഴ്ച കഴിഞ്ഞ് ഇത് പൊട്ടി വലുതാവത്തില്ല. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ ഇത് ലീക്കായി ഇത് വലുതാവും. അപ്പം നിങ്ങൾ പറയും അയ്യോ ഇതായി. അപ്പോൾ വാട്ട് ഈസ് ദി മെഡിക്കൽ ഇൻഡസ്ട്രി ഗെയിനിങ്? ഒരു 50 ലക്ഷം രൂപയുടെ ഒരു സബ്സ്ക്രൈബറിനെ കിട്ടി. ഹി ഹാസ് ടു കം എവറി 2 വീക്സ്, ഹി ഹാസ് ടു പർച്ചേസ് മെഡിസിൻ, ഹി ഹാസ് ടു ഡു കീമോ. അതും 2 വർഷമല്ല. അഥവാ ഇനി ഇത് മാറി കരിഞ്ഞ് പോയെങ്കിൽ എന്ത് പറയും? പിന്നെ 6 മാസം കൂടുമ്പോൾ വന്ന് ചെയ്യണം. അതേപോലെ തന്നെ നമ്മളുടെ കാര്യം അറിയോ, ഏറ്റവും അടിപൊളി തിങ് ഫോർ അവർ ഹ്യൂമൻ ബോഡി ഈസ് മിക്കവരുടെയും ഓൺ എ സ്കെയിൽ ദെയർ ബോഡി, ദെയർ സ്റ്റമക്ക്, എവറിത്തിങ് ഇസ് അസിഡിക്. അതൊന്ന് ന്യൂട്രലൈസ് ചെയ്ത ബോഡിക്ക് നല്ല ബാലൻസ് കിട്ടും. അതിന് സിമ്പിൾ ആയിട്ട് പറയുന്ന ഈ സോഡാപ്പൊടി ഉണ്ടല്ലോ, ബേക്കിംഗ് സോഡ ലൂക്ക് വാം വാട്ടറിൽ ഉപ്പും ജിഞ്ചറും ചേർത്ത് കലക്കി കുടിച്ചാൽ ഇറ്റ്സ് ലിറ്ററലി ഹെവൻസ് ഫോർ ദ ബോഡി എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്നത് ഡോണ്ട് ട്രൈ അറ്റ് ഹോം, ഞങ്ങളുടെ അറിവാണ് പറയുന്നത്. അതെ, ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് എന്റെ ഡൈജഷൻ ഇഷ്യൂ ഒരുപാട് മാറിയിട്ടുണ്ട് കോളേജ് കഴിഞ്ഞ് ഇത്. ആൻഡ് എനിക്ക് വീണ്ടും തിരിച്ചു വരുന്ന ഡൈജഷൻ ഇഷ്യൂ, ആൻഡ് ഐ വിൽ ഡെഫിനറ്റ്ലി നാളെ മറ്റന്നാളും ഇത് ഞാൻ കുടിക്കും. കാരണം എന്താ, ജങ്ക് ഫുഡ് കൂടിയിട്ടുണ്ട്. അൽഫാമും മറ്റേ കോഴി പൊരിച്ചതും ചിപ്സ്, ചിരിപ്പ് ഞാൻ കഴിക്കുന്നില്ല. മറ്റെന്തോ പറയുന്നത് മാസ കൂസ ഹാപ്പി ഫിസ്. ഇപ്പൊ ഞാൻ എടുത്തോണ്ട് വരും, ഈ റൂമിൽ കാണും ഹാപ്പി ഫിസ്. He is a grown adult, he is allowed to do anything. But guys, I'm an editor, I need caffeine. Yeah. അത് അവന്റെ ജോലിയിൽ എന്താ പറയുന്നത്, ഡിമാൻഡ് ചെയ്യുന്നു. അതെ, ഇല്ലാതെ പറ്റത്തില്ല, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഈ ക്യാൻസറിന്റെ ഇത് വന്നു. അപ്പം ഇത് നമ്മൾ ഇത്രയും പറഞ്ഞു, ബട്ട് വാട്ട് ക്യാൻ വി ഡു ടു പ്രിവെന്റ് ഇറ്റ് എന്നും കൂടെ ഞങ്ങൾ പറയണ്ടേ. ഇവന്മാര് ചെയ്തെന്തോ അറിയോ, ബേക്കിംഗ് സോഡ പ്യുവർ അല്ല ഇപ്പൊ കിട്ടുന്നത്. യെസ്, ബേക്കിംഗ് സോഡയ്ക്കകത്ത് ഇവന്മാര് മറ്റേ ഡീനേച്ചർ ചെയ്യാൻ തുടങ്ങി. ഗൈസ്, നമുക്ക് നാച്ചുറലി ഹീൽ ചെയ്യാൻ പറ്റുന്നത് എല്ലാം നമ്മളുടെ സപ്ലൈ ചെയിനിൽ നിന്ന് എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുക. എന്തിനു പറയുന്നു, കുങ്കുമപ്പൂ കേരളത്തിൽ ഏറ്റവും വളർന്നുകൊണ്ടിരുന്ന ഒരു വൃക്ഷവും ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടിരുന്ന ഒരു സാധനമാണ്. കുങ്കുമപ്പൂ കേരളത്തിൽ ഉണ്ടായിരുന്നു. പിന്നെ കുങ്കുമപ്പൂ അല്ല, എടാ ഒരു മുട്ടപ്പഴത്തിൽ നിന്ന് വരുന്ന ഒരു പൂവുണ്ട്, കുങ്കുമം അല്ല, സാഫ്രോൺ അല്ല, ഇറ്റ്സ് ഒരു ഓറഞ്ച് പോലത്തെ കളറിലുള്ള ഒരു പൂ, വലിയൊരു വൃക്ഷമാണ്. നമ്മുടെ അമ്മാമ്മയുടെ വീട്ടിന്റെ ഫ്രണ്ട് ഓപ്പോസിറ്റത്തെ വീട്ടിന്റെ മുകളിൽ പറിച്ചോണ്ട് നട്ട് വെച്ചില്ലേ. യെസ്, ആ പൂവിന്റെ പേര് നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഡിസ്പ്ലേ കൊടുക്കാം. കുങ്കുമമല്ല, ആ പൂവ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നു. അത് എല്ലാ പ്രഗ്നൻസി ഒക്കെ വരുമ്പോൾ പെണ്ണുങ്ങൾ തിന്നുന്ന ഇതാ, എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് കുറുക്കിനകത്ത് ഇത് കലക്കി കൊടുക്കും. ആൻഡ് ഇറ്റ് വാസ് ദ ഹെൽത്തിയസ്റ്റ് തിങ് എവർ. ആർക്കും അസുഖവും ഇല്ല, ആർക്കും ഒന്നുമില്ലാതെ കഴിഞ്ഞ 2 കോടി വർഷമായിട്ട് നമ്മൾ ജീവിച്ചോണ്ടിരുന്നതാ. ഗൈസ്, 2-3 കോടി വർഷമായിട്ട് നമ്മൾ ഇതുപോലെ വന്നിട്ടിരിക്കുക. ലുക്ക് ഹൗ വി ആർ. നമ്മുടെ വീട്ടിൽ ക്രോണിക് പേഷ്യൻസ് അല്ലാത്ത എത്ര പേരുണ്ടെന്ന് ചോദിക്കേണ്ടി വരും. ഇപ്പോൾ അതേപോലെ വേറെ സംഭവം, 4 പേരുള്ള വീട്ടിലാണെങ്കിൽ 2-3 പേര് ക്രോണിക് പേഷ്യൻസ് ആണ്. എൻ്റെ വീടും നിങ്ങളുടെ വീടും നിങ്ങളുടെ അപ്പുറത്തെ വീടും എല്ലാം. ചിലവരത് പറയുന്നു, ചിലവർ പറയാതിരിക്കുന്നു. ഇപ്പം ഞാനിവിടെ വന്ന് അമ്മയ്ക്ക് ഇപ്പം ഷുഗർ, പ്രഷർ, ജോലി, അച്ഛന് ടെൻഷൻ, പ്രഷർ, കാര്യങ്ങൾ, ഇതെല്ലാം നമ്മൾ പതുക്കെ നാച്ചുറലായിട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുക. ഇവർക്കൊക്കെ ഡോക്ടർമാർ കൊടുക്കുന്ന ഗുളികയുടെ എണ്ണം കണ്ടാൽ നമുക്ക് വിഷമം വരും. ബ്രോ ഗൈസ്, നിങ്ങൾക്ക് മാരക അസുഖം മാറിയാലും നിങ്ങൾ കിഡ്നി ഫെയിലിയർ ഒന്ന് മരിച്ചു പോകും ഗൈസ്. അതൊക്കെ സീന. വേറെ സംബന്ധം ഇംഗ്ലീഷ് മെഡിസിനെ കുറിച്ച് ഞാനൊരു ഡോക്ടറായിട്ട് സംസാരിച്ചു, ഇതും ട്രക്കിൻ്റെ ഇടെ സംസാരിച്ച പുള്ളിക്കാരൻ ഈ അഗസ്ത്യർകൂടം എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കര ആയുർവേദ ഡോക്ടേഴ്സിന് ഭയങ്കര ഒരു ഹെവനാണ്. അഗസ്ത്യമുനി അവരുടെ ഐതിഹ്യമൊക്കെ വെച്ച്. അപ്പം പുള്ളി എൻ്റെ അടുത്ത് ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുള്ളൂ, ഇംഗ്ലീഷ് മെഡിസിൻ ഇസ് ഓൺലി ട്രീറ്റിംഗ് ദ സിംറ്റംസ്. ഇറ്റ് ഈസ് നോട്ട് ഗോയിങ് ഇൻ ടു ദ കോസസ് ആൻഡ് റൂട്ട്സ്. പോകുന്നില്ല. അതെ, അത് തന്നെയാണ് ആയുർവേദം ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് ആയുർവേദം ഇമ്മീഡിയറ്റ്ലി എഫക്റ്റീവ് അല്ല. ആയുർവേദം എന്താ ചെയ്യുന്നത്, നമ്മൾ ചുമയായിട്ട് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് മരുന്ന് നമുക്ക്, ഞാനോ ഇവനോ ആര് എന്ത് രോഗത്തിനുള്ള ചുമയായിട്ട് പോയാലും 1 ലക്ഷം രോഗത്തിന്റെ സൈഡ് എഫക്ട്സ് അല്ലെങ്കിൽ സിംറ്റം ആണ് ചുമ.
എന്ത് ചുമയായിട്ട് പോയാലും മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാൽ ഐസ്കമാൻ കൊളസ്മേസി തരും. അത് കുടിച്ചാൽ മതി, ചുമ അപ്പം പോവും. ആന്റിബയോട്ടിക് ഒക്കെ സീനാ, ബോഡിക്ക് രാവിലെ ലൂക്ക് ഇടുന്നതാണ്. രാവിലെ തിന്ന വൈകിട്ട് ചുമ പോവും. പക്ഷേ ആയുർവേദ കടയിലോ ആയുർവേദ ഡോക്ടറിൻ്റെ അടുത്തോ ചെന്നാൽ അവിടെ നമ്മൾ ഇരിക്കണം. നമ്മൾ അവരെ അരമണിക്കൂർ ചോദ്യം ചെയ്യും. നിങ്ങൾ ഇന്നലെ എന്താ കഴിച്ചത്, സ്ഥിരമായിട്ട് എന്താ കഴിക്കാറുള്ളത്, നിങ്ങളുടെ അച്ഛന് ചുമയുണ്ടോ, നിങ്ങളുടെ അമ്മയ്ക്ക് ചുമയുണ്ടോ, മക്കൾക്ക് എങ്ങനെ ഇരിക്കുന്നു. ഇത് കുശലം ചോദിക്കുന്നതല്ല, നിങ്ങളത് മനസ്സിലാക്കണം. പക്ഷെ ഇത് വേറെ ആയുർവേദ ഡോക്ടേഴ്സ് ആർ ട്രൈങ് ടു ഹെൽപ്പ് യു ദ മോസ്റ്റ്. നിങ്ങളുടെ റൂട്ട് കോസ്, ഈ ചുമ എന്തുകൊണ്ടുണ്ടാകുന്നു, തൈറോയിഡ് പ്രോബ്ലം ആണോ, അതോ ഹാർട്ട് പ്രോബ്ലം ആണോ, അതോ ബ്ലഡിൻ്റെ പ്രശ്നമാണോ എന്ന് നോക്കി ചുമയെ ട്രീറ്റ് ചെയ്യാതെ എന്താണ് അസുഖം എന്ന് കണ്ടുപിടിച്ച് ആ അസുഖത്തിനെ, ആ സിസ്റ്റത്തിനെ എടുത്ത് കളയാൻ പോവാം. ദാറ്റ് വിൽ ടേക്ക് ടൈം, ദാറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. നമ്മൾ കുറേ സത്യങ്ങൾ തുറന്നു പറയേണ്ടി വരും. 90% കള്ളന്മാരാ. 90% ആയുർവേദ ഡോക്ടേഴ്സും കള്ളന്മാരാ ആവാം. ഉറപ്പായിട്ടും അവന്മാർ കമ്മീഷന് വേണ്ടി വരുന്നത് ഇതിന്. കമ്മീഷന് വേണ്ടി മരുന്ന് എഴുതുന്നവരും ഉണ്ട്. അതെനിക്ക് പേഴ്സണലി അറിയാവുന്ന സംഭവം. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 1 hour 1 hour ആയെങ്കിലും എനിക്ക് ക്യാൻസറിന്റെ കാര്യം അവസാനം ഒരു കാര്യം കൂടെ അതിനെ കുറിച്ച് സെപ്പറേറ്റ് പോഡ്കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരൊറ്റ കാര്യം കൂടെ പറയണം. ചിലപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും കണ്ടിട്ട് അത് കാണാതിരിക്കുന്നെങ്കിൽ അവരത് മിസ് ചെയ്യരുത്. അപ്പോൾ ഹൗ ഡു യു ഗെറ്റ് റിഡ് ഓഫ് ദിസ് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് ആയിട്ടൊന്നും നമുക്കറിയത്തില്ല. ഒന്ന്, ടോക്സിൻസ് ഒഴിവാക്കുക. ഓയിൽ, വെജിറ്റബിൾ ഓയിൽ തൊടരുത്. എത്ര വില കുറച്ച് കിട്ടിയാലും നിങ്ങൾ വെജിറ്റബിൾ ഓയിൽ ഉപയോഗിക്കരുത് വീട്ടിൽ. ഗൈസ്, ഞാനൊരു ഇംഗ്ലീഷ് ഫാക്ടറിയിൽ പോയി അടിമപ്പണി എടുത്ത ആളാണ്. ആ ഫാക്ടറിയിൽ നിന്ന് ഓയിൽ വരും, പച്ച കളറും എള്ളിൻ്റെ മണവും ഒഴിച്ച് അത് കുക്കിംഗ് ഓയിലായിട്ട് ലേബൽ ചെയ്യും. നീല കളറും സ്പ്രേ അടിച്ച് അത് എൻജിൻ ഓയിലായിട്ട് മാർക്ക് ചെയ്യും. അങ്ങനെയുള്ളൊരു സാധനമാണ് ഈ കുക്കിംഗ് ഓയിൽ. ഏതാ? വെജിറ്റബിൾ ഓയിൽ. നിങ്ങൾ കടയിൽ പോയി വില കൂടുതലായിരിക്കും, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അത് മാത്രം വാങ്ങിക്കുക, വിർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ കോൾഡ് പ്രസ് കോക്കനട്ട് ഓയിൽ. പക്ഷെ ഈ ഹെൽത്തിയസ്റ്റ് ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നവരെല്ലാവരും ഒലിവ് ഓയിലും ഭയങ്കരമായിട്ട് ഒലിവ് ഓയിലും ഉപയോഗിക്കും. ഒലിവ് ഓയിലിനെ പറ്റി പഠനങ്ങൾ വരുന്നോണ്ടേ ഇരിക്കുന്നു. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ഹൈലി മാർക്കറ്റഡ് റൈറ്റ് നൗ. അതുകൊണ്ട് ഞാനത് പറയും. ഇതുപോലെ വന്നതാണ് ഈ സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിലകത്ത് അതിനെക്കാട്ടിയും വലിയ വിഷം ബോഡിയിൽ ചെല്ലാനില്ല. കോക്കനട്ട് ഓയിൽ മാർക്കറ്റിൽ നിന്ന് എല്ലാവരും എടുത്ത് കളയാൻ നോക്കുക. പണ്ട് നമ്മളുടെയൊക്കെ വീട്ടിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാം കൊപ്ര കടയും കൊപ്ര ഇതും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല. സിസ്റ്റം ഈസ് ടേക്കിംഗ് ദം ഔട്ട്. ദാറ്റ് മീൻസ് ഇറ്റ്സ് സംതിങ് ഹെൽത്തി. അതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പം വെർജിൻ കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുക. പിന്നെ അതുപോലെ നല്ല ഗീ ഉപയോഗിക്കുക. നമ്മളുടെ കൂട്ടുകാരോ നമ്മളുടെ വീട്ടിലോ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഒക്കെ ഗീ ഉണ്ടെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് നല്ല ഗീ വാങ്ങിക്കുക. അതുപോലെ തന്നെ ഇതുപോലെ പ്യുവർ ഫുഡുകൾ കഴിക്കുക. ഫ്രൂട്ട്സ്, ഹണി ഈസ് എ സൂപ്പർ ഫുഡ്. ഞാനിപ്പോൾ എന്നും രാവിലെ എണ്ണീറ്റ് ചെറിയ ചൂടുവെള്ളം, ചൂടല്ല എന്നാൽ തണുപ്പുമല്ല, ഒരു ലൂക്ക് വാം ഒരു 20 സെക്കൻഡ് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഒരു 20 സെക്കൻഡ്സ് ഹീറ്റിൽ വെച്ചിട്ട് അതിനകത്തോട്ട് ഹണി ഇട്ടിട്ട് ഞാൻ സ്റ്റിർ ചെയ്തിട്ട് കുടിക്കും. എന്ന് വെച്ചാൽ അന്നത്തേത് ഞാൻ ഫാറ്റ് ഉണ്ടാകത്തില്ല എന്ന് മാത്രമല്ല, ഞാൻ എന്തോരം തിന്നാലും ഫാറ്റ് ഉണ്ടാകത്തില്ല. ഇത് നമുക്കൊരു ഉച്ച വൈകിട്ട് വരെ ഒന്നും തിന്നില്ലെങ്കിലും വിൽ ബി ഹാപ്പി. ഇതിനെക്കാട്ടിയും എനർജി തരുന്ന ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല. കാരണം എനിക്ക് ഫുഡ് കഴിക്കാൻ പറ്റാതെ ചിലപ്പോൾ നമ്മൾ പിന്നെയും മെലിയും. കാരണം വി ഫീൽ ഫുൾ. നമ്മുടെ രാവിലെ എണ്ണീറ്റ് എനർജി അയോൺ എക്സ്ചേഞ്ചും സൂര്യനിൽ നിന്നും പുല്ലിൽ നിന്നും ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇതുപോലെ ഹണി തിന്നുന്നു. ഇതൊക്കെ ദിസ് ഈസ് റിപ്ലനിഷിങ് മില്യൺസ് ഓഫ് അയോൺസ് ഇൻ അവർ സിസ്റ്റം. ഇതൊന്നും ചെയ്യാത്തവർക്ക് ഈ മില്യൺസ് ഓഫ് അയോൺസ് എങ്ങനെയാണ് റിപ്ലനിഷ് ചെയ്യുന്നത്? ഫുഡ് തിന്നണം. വേറൊരു ഡൗട്ട് ഉണ്ട്. ഐ നോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 hour, പക്ഷെ ഇതും കൂടെ പറഞ്ഞ് നിർത്താം. Why is most of our gods seen wearing copper and brass? Yes, copper and brass. അതാണ് ആ ചോദ്യം എനിക്ക് ചോദിക്കണം. ഏറ്റവും വലിയ മിസ്റ്ററി. കോപ്പർ ആൻഡ് രുദ്രാക്ഷ. ഗൈസ്, എൻ്റെ കഴുത്തിൽ കോപ്പറും രുദ്രാക്ഷയും കിടപ്പുണ്ട്. ഞാനിപ്പോൾ കുളിച്ചപ്പോൾ ഊരി വെച്ചതാ. ബാക്കിയുള്ള പോഡ്കാസ്റ്റിലൊക്കെ നോക്കിയാൽ കാണും. ഇറ്റ്സ് എ കോപ്പർ റിംഗ് കണ്ടെയ്നിങ് രുദ്രാക്ഷ. പക്ഷെ അതിനൊരു ഇതുണ്ട്, നമ്മളെ കഴുത്തിൽ ചെറുതായിട്ട് പച്ച കളർ വരും. അപ്പോൾ ഞാനത് സെർച്ച് ചെയ്തു. കോപ്പർ സൾഫേറ്റ് ആണ്. ബോഡി അസിഡിക്, എൻ്റെ ബോഡി അസിഡിക് ആണെന്ന് എനിക്ക് മനസ്സിലായത് അതിൽ നിന്നാണ്. അപ്പോൾ ഇന്ന് കുളിച്ചപ്പോഴേ ഊരി വെച്ച്. ബാക്കി പോഡ്കാസ്റ്റിലൊക്കെ ഉണ്ടത്, അത് ഞാൻ ഊരില്ല. പിന്നെ നിങ്ങൾ അത് ഇടുവാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഇഫ് യുവർ ബോഡി ഈസ് അലർജിക് ടു കോപ്പർ സൾഫേറ്റ്. എൻ്റെ ബോഡി കോപ്പർ സൾഫേറ്റുമായിട്ട് അലർജിക് അല്ല. കാരണം ഇച്ചിരി പച്ച വന്നാൽ ഞാൻ കുളിച്ചിട്ട് അത് തുടച്ച് കഴിഞ്ഞാൽ അതങ്ങ് പൊക്കോളും. അത് ക്ലാവെന്ന് നമ്മുടെ ഈ പറയും. നമ്മുടെ വിളക്കിനകത്തോ കിണ്ണത്തിനകത്തോ കോപ്പർ കിണ്ണത്തിനകത്തോ പച്ചക്കറി വരില്ലേ, ക്ലാവ്. അപ്പോൾ അതാണ് സംഭവം. എന്നിട്ട് ബാക്ക് ടു ദിസ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ്. ഇതിനെ
ചെറിയ സ്റ്റേജുകളൊക്കെ ആണെങ്കിൽ എങ്ങനെ ഇത് ഇല്ലാതാക്കാം എന്ന് പറയുന്ന ചെറിയൊരു കണക്കുണ്ട്. ദാറ്റ് ഈസ് യു സ്റ്റാർട്ട് ഫാസ്റ്റിംഗ്. യു ഡോണ്ട് ഈറ്റ് ഫോർ യു 10 days. ഡോണ്ട് ഈറ്റ് ഫോർ 10 days. ഇത് ആരും ട്രൈ ചെയ്യരുത് ഗൈസ്, പ്ലീസ്. ഇത് റിപ്പോർട്ട് പഠിക്കരുത്. നമ്മൾ നമ്മളുടെ ഫൈൻഡിങ്സ് പറയാണ്. നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ഇത് ഞങ്ങൾ പറയുന്ന ബ്ലൈൻഡ്ലി വിശ്വസിക്കരുത്. നിങ്ങൾ എന്തായാലും കോടികളും ലക്ഷങ്ങളും ഇത് സ്പെൻഡ് ചെയ്യാൻ പോവാ. സോ വൈ ഡോണ്ട് യു ഫ്രിക്കിൻ ഡു ദ റിസർച്ച്? യെസ്. മാത്രമല്ല ഈ ഇതുപോലെ എന്താ പറയുന്നത്, ക്യാൻസറിനെ പറ്റിയും റെമഡീസ് ഒക്കെ പറയുന്ന യൂട്യൂബ് ചാനലും യൂട്യൂബും റിമൂവ് ചെയ്ത് കളയാണ്. Because the system doesn't want you to cure cancer for 10 rupees. They want you to subscribe to KIMS or any other big pharma and pay lakhs of rupees every month. Yes, KIMS is now run by BlackRock. KIMS എന്ന് പറയുന്നത് BlackRock ആണ് ഉപയോഗിക്കുന്നത്. BlackRock ആരാണെന്ന് അറിയാവോ? രാജ്യങ്ങൾ തളരുമ്പോൾ അല്ലെങ്കിൽ രാജ്യം യുദ്ധം വന്ന് നശിക്കുമ്പോൾ രാജ്യം റീബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മോണിറ്ററി സിസ്റ്റം. ട്രില്യൺ ഡോളർ കമ്പനി. എന്താണ് അവർ ചെയ്യുന്നത്? യുക്രൈനെ പോലുള്ള രാജ്യങ്ങൾ നശിക്കുമ്പോൾ രാജ്യം ബിൽഡ് ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇതേ ബ്ലാക്ക് റോക്കിന് വേറൊരു കച്ചവടങ്ങളുണ്ട്. 2-3 കമ്പനികളുണ്ട്. ലോക്കീഡ് മാർട്ടിൻ എന്നൊക്കെ പറയും. എന്താണെന്ന് അറിയാവോ? ആറ്റം ബോംബും മിസൈലുകളും ടാങ്കുകളും പ്ലെയിനുകളും ഉണ്ടാക്കുന്നത്. ഈ പറഞ്ഞ F-22 റാപ്റ്റർ ആരാണ് ഉണ്ടാക്കിയത്? ലോക്കീഡ് മാർട്ടിൻ. അതും ആരാണ് ഉണ്ടാക്കുന്നത്? ഈ ബ്ലാക്ക് റോക്കും വാൻഗാർഡും ഒക്കെയാണ് ഉണ്ടാക്കുന്നത്. സ്റ്റേറ്റ് സ്ട്രീറ്റ്, ബ്ലാക്ക് റോക്ക് ആൻഡ് വാൻഗാർഡ്. ഇവര് 3 പേരും മിസൈലുകൾ ഉണ്ടാക്കും. പാവപ്പെട്ട രാജ്യവും മറ്റേ രാജ്യവും തമ്മിൽ ചൊറി ഉണ്ടാക്കിപ്പിക്കും. ബാക്ക് ടു ദി ടോപ്പിക്. എന്നിട്ട് മിസൈൽ ഇടും. എന്നിട്ട് ഇവര് തന്നെ പണിഞ്ഞു കൊടുക്കും. അതുകൊണ്ട് അതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നത്. എന്നിട്ട് ഫാസ്റ്റ് ചെയ്യാം. 10 to 14 days ഫാസ്റ്റിംഗ് ആണ് പറയുന്നത്. പിന്നെ ഞാൻ വേറെ സാധനവും കേട്ടിട്ടുള്ളത് എന്താ വെച്ചാൽ എക്സ്ട്രീം കോൾഡ് വെതറിൽ പോയി ജീവിക്കുക. നമ്മളുടെ ബോഡി ഈസ് അണ്ടർ കോൺസ്റ്റന്റ് സ്ട്രെസ്. എക്സ്ട്രീം കോൾഡ് വെതറിൽ ഒരുപാട് ഐസ് പ്ലാൻ ചെയ്യുന്നവർക്ക് മിക്കപ്പോഴും ക്യാൻസർ വരത്തില്ല. അത് മാത്രമല്ല, രാവിലെ എണീറ്റ് കോൾഡ് ഷവർ ഇസ് എ മസ്റ്റ് ഗൈസ്. യുവർ ബോഡി റീസെറ്റ്സ് യുവർ എൻഡോക്രൈൻ സിസ്റ്റം, നെർവസ് സിസ്റ്റം, ഉറങ്ങിക്കിടക്കുന്ന എല്ലാ സെല്ലും എന്ന് പറഞ്ഞിരിക്കും. അത് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ബാക്ക് ടു ഫാസ്റ്റിംഗ്. ഇതും കൂടെ പറയണം. ഫാസ്റ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ബോഡിയിൽ ഫാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി വിചാരിക്കുന്നതെന്ന് വെച്ചാൽ മെക്കാനിസം സർവൈവ് ചെയ്യാൻ വേണ്ടി ബിൽഡ് ചെയ്തതാണ് ഈ എല്ലാ മെക്കാനിസംസും. ആ സർവൈവൽ തന്നെയാണ് ഈ ലംസ് ആയിട്ടൊക്കെ ഇവിടെ കൊണ്ട് വെക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിലോട്ട് ഒരു ദിവസം ഫുഡ് തന്നില്ലെങ്കിൽ സിസ്റ്റം വിചാരിക്കും ഓക്കെ, അവൻ ഇന്നത്തെ ദിവസം ഫുഡ് തിന്നിട്ടില്ല, എൻ്റെ ഓണറിന് എന്തോ പറ്റിയിട്ടുണ്ട്. 2 ദിവസം ഫുഡ് ചെന്നില്ലെങ്കിൽ മനസ്സിലാവും ഓക്കെ, ദിസ് മൈറ്റ് ബി എ സിറ്റുവേഷൻ ഗൈസ്, ബി പ്രിപ്പയർഡ് ഫോർ എനിത്തിങ്, ഹീ ഈസ് നോട്ട് ഗെറ്റിംഗ് ഫുഡ്. 3-ാമത്തെ ദിവസം ഫുഡ് ചെന്നില്ലെങ്കിൽ ബോഡി പറയും ഓക്കെ, ഷട്ട് ഓൾ നോൺ എസെൻഷ്യൽ തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എസെൻഷ്യൽ തിങ്സിൻ്റെ സാധനങ്ങളെല്ലാം കട്ട് ഡൗൺ ചെയ്തിട്ട് സെൻസസും കാലും കൈയും മാത്രം ഓൺ ചെയ്ത് വെക്കും. എന്തിനാണ്? കണ്ണും കാതും 100 ഇരട്ടി കൂടുതൽ കാഴ്ചയും 100 ഇരട്ടി കൂടുതൽ കേൾവിയും കേൾക്കും. അതാണ് പട്ടിണി കിടക്കുന്ന ആൾക്ക് പലതും കണ്ടതും കേട്ടത്. എന്തിനാണ് ഇത് ചെയ്യുന്നത് ബോഡി? സോ ബോഡി തിങ്സ് ഹീ ക്യാൻ ബെറ്റർ സ്പോട്ട് എ മീൽ, അല്ലെങ്കിൽ ഒരു പ്രേയെ കണ്ടുപിടിച്ച് ഹണ്ട് ചെയ്ത് കഴിച്ച് അതിനു വേണ്ടി ബോഡിയെ പ്രിപ്പയർ ആക്കുകയാണ്. 4-ാമത്തെ ദിവസം ഫുഡ് തിന്നില്ലെങ്കിൽ ബോഡി എന്ത് വിചാരിക്കും? ഓക്കെ, ഇവൻ ഇനി ഒന്നും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഒരു കാര്യം ചെയ്യാം, ബോഡിയുടെ ഫുൾ അനാലിസിസ് എടുക്ക്, ഐ നീഡ് ദ റിപ്പോർട്ട് ബൈ നെക്സ്റ്റ് ഡേ. 5-ാമത്തെ ദിവസവും ചെന്നില്ല. 6-ാമത്തെ ദിവസം ബോഡി പറയും ഈ വൃത്തികെട്ടാൻ ഒന്നും തിന്നാൻ പോകുന്നില്ല, ഇവന് ചാവണം തോന്നുന്നു, ബട്ട് എനിക്ക് ചാവാൻ പറ്റില്ല. യു ആൻഡ് യുവർ ബോഡി ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് തിങ്. യു ആർ ഇൻസൈഡ് യുവർ ബോഡി, യു ആർ നോട്ട് ദ ബോഡി. അത് പറ്റില്ല. എന്നെ പറഞ്ഞ പോലെയാണ്, അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് കുളമാക്കുന്നില്ല. യു ഗൈസ് വിൽ അണ്ടർസ്റ്റാൻഡ് ഇൻ ദി ഡ്യൂ കോഴ്സ് ഓഫ് ടൈം. ഓക്കെ, അപ്പോൾ ആ ബോഡി പറയും ഇവൻ ചാവാൻ തീരുമാനിച്ചു, പക്ഷെ നമുക്ക് ചാവാൻ പറ്റത്തില്ല, വി ഹാവ് എ മിഷൻ. ഓക്കെ, എവിടെയൊക്കെയാണ് പ്രശ്നങ്ങളുണ്ടെന്നുള്ള റിപ്പോർട്ട് തരാൻ പറയും. അപ്പം പറയും അവിടെ കുറച്ച് സാധനങ്ങളുണ്ട്, ഇവിടുത്തെ ഇവൻ്റെ കിഡ്നിക്ക് പ്രശ്നമുണ്ട്. അപ്പോൾ ബോഡി എന്ത് ചെയ്യും? മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പല. വാട്ട് ദ ബോഡി ഡസ് ഈസ് എമർജൻസി നാച്ചുറൽ റിപ്പയർ ഓൺ എവറിത്തിങ്. നമ്മളുടെ കിഡ്നി കേടാണെങ്കിൽ ബോഡി എന്ത് ചെയ്യും? 6-ാമത്തെ ദിവസം കിഡ്നി കേടാണെങ്കിൽ കിഡ്നി ശരിയാക്കാൻ ആളെ ഫുള്ള് കിഡ്നിയിലോട്ട് വിടും, കിഡ്നി ശരിയാവും. 7-ാമത്തെ ദിവസം നോക്ക്, അവിടെ കുറച്ച് സാധനങ്ങൾ പൊട്ടിയിരിക്കുന്നു, ലംസ് ഇരിക്കുന്നു, ക്യാൻസർ ഇരിക്കുന്നു, എടുത്ത് കള, ലംസ് ചെറുതാവും. ദീസ് ആർ ടെസ്റ്റിമെന്റ്സ് ഫ്രം റിയൽ പീപ്പിൾ. എനിക്ക് പേരോ കാര്യങ്ങളോ ഒന്നും പറയാൻ പറ്റത്തില്ല, അത് ഇതൊരു മെഡിക്കൽ വീഡിയോ ആയിട്ട് ചിലപ്പോൾ ആളുകൾ എടുക്കും. ഈ സാധനങ്ങൾ ഇത് ചെയ്യും. അവൻ നമുക്ക് വേറെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ, നമ്മുടെ വേറെ ഓർഗൻസ് പ്രശ്നമുണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യാൻ തുടങ്ങും. ഇതെല്ലാം ഓട്ടോമാറ്റിക്കലി ബോഡി ചെയ്തേ പറ്റൂ. എന്തുകൊണ്ടാണ്? ബോഡി കനോട്ട് അക്സെപ്റ്റ് ഡെത്ത്. കാരണം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ സിസ്റ്റത്തിലും ഓരോ 2 കാര്യങ്ങളെ കോഡ് ചെയ്തിട്ടുള്ളൂ: സർവൈവബിലിറ്റി ആൻഡ് പ്രൊക്രിയേഷൻ. Whatever we do, these are another topic, bro. Yes, okay.
സർവൈബിലിറ്റി കോഡ് ചെയ്ത് വെച്ചേക്കാണ്. അപ്പം നമ്മൾ കഴിക്കുകയോ കഴിക്കാതിരിക്കുകയോ വെള്ളത്തിൽ ചാടുവോ തലയടിച്ച് വീഴുവോ നമ്മളെ ആരെങ്കിലും വെട്ടിയോ, ദ ബോഡി ഡസന്റ് കെയർ. ദ ബോഡി വാണ്ട്സ് വൺ തിങ്, ഇറ്റ് നീഡ്സ് ടു സർവൈവ്. സോ ഗൈസ് ബാക്കി അടുത്ത പോഡ്കാസ്റ്റിൽ പറയാം. ഒറ്റ കാര്യം കൂടെ ഓക്കെ, ഇതും കൂടെ എനിക്ക് പറയണം. അപ്പൊ നിങ്ങൾ ഞാൻ അങ്ങനെ പറയുന്നത് എന്തിനാ അറിയോ, ഞാൻ ഇങ്ങനെ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു എപ്പിസോഡ്സ് തരാൻ പറ്റത്തില്ല. യെസ്, ഒരു കാര്യം കൂടെ എനിക്ക് പറഞ്ഞേ പറ്റൂ. അപ്പൊ ഈ ആളുകൾക്ക് ഹി ഈസ് നറേറ്റിംഗ് ദി പോഡ്കാസ്റ്റ് ആൻഡ് ഐ 100% റെസ്പെക്ട് യു. അല്ല, എനിക്ക് കാരണം എനിക്ക് ഇവിടെ ഇരുന്ന് 4 മണിക്കൂർ വളവളവളാന്ന് പറയാം. ബട്ട് പോഡ്കാസ്റ്റ് എന്ന രീതിയിൽ, ചാനൽ എന്ന രീതിയിൽ, ഓഡിയൻസ് എന്ന രീതിയിൽ അത് എങ്ങനെ എടുക്കുമെന്ന് ഇവനെ അറിയൂ. സോ ഹി ഈസ് മോഡറേറ്റിംഗ് മീ ആൻഡ് ഹി ഈസ് കൺട്രോളിംഗ് ദ പോഡ്കാസ്റ്റ്. ഐ എം നോട്ട് ദ കൺട്രോളർ. സോ വാട്ട് എവർ ഹീ സേ ഐ വിൽ ഒബേ. ഹി ഈസ് മൈ ബ്രദർ, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അപ്പോൾ ഇതും കൂടെ പറയാം. അപ്പം നിങ്ങൾ ചോദിക്കും, ഇങ്ങനെ ബോഡി സ്വന്തമായിട്ട് റിപ്പയർ എങ്കിൽ വൈ ഫാസ്റ്റ്? നിങ്ങൾക്ക് വെറുതെ ഇരിക്കുമ്പോഴും ബോഡി എന്താ ഇത് ചെയ്യാത്തതെന്ന് എന്താ ചോദിക്കാത്തത് നിങ്ങൾ? അത് ചോദിക്കുന്നത് വാലിഡ് ക്വസ്റ്റ്യൻ അല്ലേ? വൈ ഇസ് ഇറ്റ് നോട്ട് റിപ്പയറിംഗ്? പറഞ്ഞു തരാം, എന്താന്ന് പറഞ്ഞു തരാം. ബോഡിന്റെ പോയിന്റ് ആയിട്ട് ഒരു സാധനം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ എക്സ്ട്രീം ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാം, അവർക്ക് എല്ലാത്തിലും ഒരു ഇമീഡിയറ്റ് സെൻസ് ഓഫ് അർജൻസി ഉണ്ടാവും. ഒരു 24 hour ഫാസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ജിമ്മിൽ പോയി നോക്ക്, യുവർ എനർജി ലെവൽസ് ആർ ആക്ച്വലി ഇംപ്രൂവ്ഡ് അല്ലെ മച്ച് ബെറ്റർ ആയിരിക്കും. അതെന്താ, നമ്മുടെ ബോഡി നമ്മളെ ഹണ്ട് ചെയ്യാൻ പ്രാപ്തനാക്കുക. ഇവൻ ഒരു 2 ദിവസമായിട്ട് ഫുഡ് കഴിച്ചിട്ടില്ല, ഇവന് മുയലിനെയോ മാനിനെയോ കിട്ടണം, ഇവൻ അപകടത്തിലാണ്, എണ്ണീറ്റ് പോ. അവന്റെ കാലും കൈയും കണ്ണും ചെവിയും മാത്രം മതി, ബാക്കി കിഡ്നിയും വയറും ഒക്കെ സ്റ്റോപ്പ് ആവും. നമുക്ക് ചിലപ്പോൾ വയറ് തന്നെ എടുക്കും, നമുക്ക് ചിലപ്പോൾ കിഡ്നി തന്നെ എടുക്കും. എന്താ, കിഡ്നിയൊക്കെ റിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക, വെട്ടിക്കളയുക പഴുപ്പൊക്കെ. അപ്പം നിങ്ങൾ ചോദിക്കും ഇത് എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന്. അപ്പം എന്തുകൊണ്ടാണ് പറ്റാത്തതെന്ന് പറഞ്ഞാൽ, ബോഡിക്ക് എന്താ വേണ്ടത്? സർവൈബിലിറ്റി ആണ് വേണ്ടത്. ദ ബോഡി ഡസൻറ്റ് വാണ്ട് യു ഇൻ ദ ബെസ്റ്റ് ഷേപ്പ്. ദ ബോഡി ഡസൻറ്റ് വാണ്ട് യു ഹാവിങ് 6 pack. ഇതൊന്നും വേണ്ട, ജസ്റ്റ് വാണ്ട് യു ടു സർവൈവ്. അപ്പോൾ ബോഡി നോക്കും ഇവൻ സർവൈവ് ചെയ്യുന്നുണ്ടോ? ഒട്ടും വയ്യ, 100,000 അസുഖമുണ്ട്. പക്ഷെ നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്ത് ചെയ്യുന്നത്? ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുക. നമ്മൾ ബോഡിക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അത്രയും കാലം ബോഡി വിൽ നോട്ട് ഡു എനിത്തിങ്. കാരണം നമ്മൾ ഹണ്ട് ചെയ്യാൻ പ്രാപ്തരാക്കുക. അപ്പോൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോഡിക്ക് മനസ്സിലാവും, ഓക്കെ ഇവന് ഫുഡ് കിട്ടുന്നുണ്ട്, ഈ അസുഖം അത് കുഴപ്പമില്ല, ഫുഡ് കിട്ടുന്നുണ്ട്. ഇവൻ ഇവിടെ കേടായിരിക്കുക, കുഴപ്പമില്ല, ഫുഡ് കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഹീ ഈസ് വിന്നിങ് ഇൻ ലൈഫ് എന്നാണ് ബോഡിയിലെ കോഡ്. കാരണം ബോഡി വിചാരിക്കുന്നത് എന്താ, ഫുഡ് കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഇവൻ രാവിലെ എണ്ണീറ്റ് പോയി കുന്തമൊക്കെ ഉണ്ടാക്കി ഏതോ ആനിമലിനെ ഹണ്ട് ചെയ്ത് ഉണ്ടാക്കി ഇറച്ചി വെട്ടി തിന്നുകയാണ്, ഹീസ് എ ഹെൽത്തി ഗായ് എന്നേ അത് വിചാരിക്കുന്നുള്ളൂ. അപ്പം അത് അല്ല എന്ന് നമ്മൾ ബോഡിയെ ട്രിക്ക് ചെയ്യണം. ആൻഡ് ഹൗ ഡു വി ട്രിക്ക് ഇറ്റ്? വി സ്റ്റോപ്പ് ഫീഡിങ് ഫുഡ്. ഫുഡ് ചെല്ലാതിരിക്കുമ്പോഴേ ബോഡി മനസ്സിലാവും, അയ്യോ ഫുഡ് വരുന്നില്ല, ഇവൻ എന്തോ പറ്റിയിട്ടുണ്ട്. അങ്ങനെ ഒരു 4, 5, 6 ദിവസമൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ ബോഡി സ്റ്റാർട്ട്സ് റിപ്പയർ. ആൻഡ് എനിബഡി ഹൂ വാണ്ട്സ് ടു ഡു ദിസ് റിസർച്ച്, പ്ലീസ് ഡു ദ റിസർച്ച്. ആൻഡ് ഗൂഗിളിൽ അടിച്ച് നോക്കരുത്. ഗൂഗിള് ക്യാൻസർ ഹബ്ബാണ്. നമ്മൾ നാളെ തൊട്ട് ക്യാൻസർ ആഡ് വരും. അപ്പോൾ ഡു റിസർച്ച് വിത്ത് റിയൽ പീപ്പിൾ, റിയൽ ഡോക്ടർ. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ടെങ്കിൽ ടോക്ക് ടു ഹെർ. നിങ്ങളുടെ ഫാമിലിയിൽ ഒരു അറിവുള്ള ജ്ഞാനിയോ യോഗിയോ ഉണ്ടെങ്കിൽ ഗോ ടോക്ക് ടു ദം. ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു ആയുർവേദ ഡോക്ടർ ഉണ്ട് ആൻഡ് ഷീ ഈസ് ദ ബെസ്റ്റ് തിങ് എവർ. പത്യം എടുക്കാൻ പറയുക, നമ്മളെ ഇതിനൊക്കെ പ്രോത്സാഹിപ്പിക്കുക. നമ്മൾ പറയത്തില്ല ചില പത്യം എടുക്കുക എന്നൊക്കെ. ദാറ്റ് ഈസ് എന്താണ്, നമ്മുടെ ബോഡിയിലോട്ട് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് സ്റ്റോപ്പ് ചെയ്യാണ്. സോ ദാറ്റ് ദ ബോഡി തിങ്ക് വി ആർ ഇൻ ഡേഞ്ചർ ആൻഡ് ഇറ്റ് ഈസ് സ്റ്റാർട്ടിങ് ടു റിപ്പയർ ഇറ്റ് സെൽഫ്. സോ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. So guys, അത്രേ ഉള്ളൂ. മേക്ക് ഷുവർ യു ഗൈസ് ജോയിൻ ദ കമ്മ്യൂണിറ്റി. നിങ്ങൾക്ക് ഇതേപോലത്തെ ഇച്ചിരി ഞങ്ങൾ എന്തിനാ പോകേണ്ടത്, ഡെപ്തിലാ പോകേണ്ടത് കമന്റ് ചെയ്യുക, അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യാം. ആൻഡ് ഇൻ ഡെപ്ത് പോഡ്കാസ്റ്റ് റിഗാർഡിംഗ് ന്യൂട്രീഷൻ ആൻഡ് ദി ക്യാൻസർ ഹോക്സ് ഒക്കെ വരുന്നുണ്ട്. മാത്രമല്ല ഹ്യൂമൻ ബോഡിയുടെ മിസ്റ്ററി, അഷ്ടസിദ്ധീസ്, പിന്നെ ബൈബിളിലും ഖുറാനിലും ബോഡിയെ പറ്റി പറഞ്ഞേക്കുന്ന ഭയങ്കര വലിയ മാർവലസ് സാധനങ്ങൾ ഞങ്ങൾ ഡീകോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഓൾസോ കമ്മിങ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾക്കത് വലിയൊരു പ്രചോദനമാണ്, ഞങ്ങൾക്ക് വലിയൊരു ഹെൽപ്പാണ്. 1000 പേരൊക്കെ ആയാൽ നമുക്ക് വിൽ മേക്ക് എ കമ്മ്യൂണിറ്റി. We want you guys with bright minds to come here and sit between us and talk to the world. ലാസ്റ്റ് പോയിന്റ് കൂടെ പറയട്ടെ. Yes, please. ഈ ഭാരതീയ കൾച്ചർ അനുസരിച്ച് ഈ അഗസ്ത്യ മുനിമാരും മിക്കമാരും വെജ് അല്ലായിരുന്നു. വെജ് അല്ലായിരുന്നു. No. And they used to take plants as medicine. Yes. അവർ നോൺ വെജ് ആയിരുന്നു അവരുടെ മെയിൻ പ്ലാറ്റർ, പക്ഷേ പ്ലാന്റ്സ് മെഡിസിൻ ആയിട്ട്. Yes. ഇതെനിക്ക് 100% ഉറപ്പല്ല, പക്ഷേ സോഴ്സ് ഒന്ന് വായിച്ചാണ്. Yeah. സോ ഗൈസ്, അത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീ ഹിയർ മറക്കണ്ട കൽപ്പവൃക്ഷം. Bye guys.